ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ശുദ്ധീകരണാത്മാക്കളും നമ്മളും എന്ന ഈ പ്രാർത്ഥനാ യജ്ഞത്തിൻ്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കുവാൻ വേണ്ടി പ്രത്യേകമായി മാറ്റിവെക്കപ്പെട്ട തിരുസഭയിലെ ഈ നവംബർ മാസം നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ട് മാറുന്നു എന്നത് അതിനെയോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ഒരു മാസക്കാലം മുഴുവനും പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ നയിച്ച് ആത്മാവ് നൽകുന്ന പ്രചോദനങ്ങളോട് സഹകരിച്ചുകൊണ്ട് നമുക്ക് ശുദ്ധീകരണ സഭയിലെ ആത്മാക്കളെ സഹായിക്കാൻ ആവുന്നതെല്ലാം ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ മണിക്കൂറുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ചോദിക്കാം. പരിശുദ്ധാത്മാവ് തന്നെ ഈ മണിക്കൂറിലും ഇനി വരുന്ന നാളുകളിലും നമ്മുടെ പ്രാർത്ഥനാ യജ്ഞങ്ങളിൽ സഹായമരളട്ടെ എന്ന് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ആത്മാവിന് വേണ്ടി നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഗാനത്തോട് ചേർന്ന് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പാടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഈ സമയം പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഒറ്റ വിളി ആത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കേണമേ നിഞ്ചനമുണർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കേണമേ നിഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. 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 ഇരുകരങ്ങൾ ഉയർത്തി ഒറ്റ വിളി ആത്മാവേ. പരിശുദ്ധാത്മാവേ വരണമേ. ആത്മാവേ വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകം ആയിരങ്ങളിലേക്ക് വരണമേ.
വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഓ ജീവജലത്തിന്റെ അരുവിയെ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ എല്ലാവരിലും നിറയണമേ. ഈ രാത്രി ഞങ്ങളിൽ എല്ലാവരിലും നിറയാൻ വേണ്ടി അവിടുത്തെ അഗ്നി അയക്കണമേ. നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം കൂടെ നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മ ഭൂമിയിലെ സഭയുടെ അമ്മയാണ്. ഒപ്പം അവൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെയും മാതാവാണ്. അമ്മയുടെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ നവംബർ മാസം നമ്മളെയൊക്കെ സംബന്ധിച്ച് പാരമ്പര്യമായിട്ട് തന്നെ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന ഒരു മാസമാണ്. ട്രഡീഷണലായിട്ട് തന്നെ മിക്കവാറും എല്ലാ സഭകളിലും തന്നെ, എല്ലാ റീത്തുകളിലും തന്നെ നവംബർ മാസം എന്നത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി കുർബാനകൾ അർപ്പിക്കാൻ ഒക്കെ മാറ്റിവെക്കപ്പെട്ട ഒരു മാസമാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, നവംബർ മാസം എന്ന് പറയുന്നത് നമുക്കറിയാം. നവംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയോടുകൂടെ, അത് സീറോ മലബാർ സഭയിലായാലും ശരി, മറ്റേത് ലത്തീൻ സഭയിലായാലും മറ്റേത് റീത്തിലായാലും ശരി, എല്ലായിടത്തും ആരാധനാക്രമ മത്സരം അവസാനിക്കുകയാണ്. അതോടുകൂടെ നവംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച ക്രിസ്തുരാജൻ്റെ തിരുനാളിലോടുകൂടെ പുതിയ ഒരു വർഷത്തിലേക്ക്, അതായത് ലിറ്റർജിക്കൽ ഇയറിലേക്ക് പ്രവേശിക്കുകയാണ്. ആരാധനാക്രമ മത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവസാനമാണ്, ഒരു ആരാധനാക്രമ മത്സരത്തിൻ്റെ അവസാനം അത് ഈ നവംബർ മാസം കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഭൂമിയിലെ യാത്ര ചെയ്യുന്ന തീർത്ഥാടക സഭയായ, ഈ ഭൂമിയിലെ സഭയായ നമ്മളൊക്കെയും എത്തിച്ചേരേണ്ട സ്വർഗത്തെക്കുറിച്ച്, അന്ത്യകാലങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ മരണത്തിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ ആഴത്തിൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ആരാധനാക്രമ മത്സരത്തിലൂടെയാണ് നമ്മൾ, അല്ലെങ്കിൽ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അങ്ങനെ ഈ മാസം, നവംബർ മാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും, ദൈവത്തിൻ്റെ മഹാകാരുണ്യം പ്രത്യേകമായി മരിച്ചവരിലേക്ക്, മരണമടഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭൂമിയിലുള്ളവർ, ജീവിച്ചിരിക്കുന്നവർ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുമായൊരു കാലഘട്ടം. ഈ ഒരു അവബോധം പലപ്പോഴും ഈ കാലഘട്ടത്തിലുള്ള, നമ്മുടെ കാലഘട്ടത്തിലുള്ള പലർക്കും ലഭിക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. മുമ്പൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിലോ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്കൊക്കെ മുമ്പ് പ്രായമുള്ളവരൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ മരിച്ചവർക്ക് വേണ്ടി അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള തലമുറ അതിലൊക്കെ ചിലപ്പോൾ അല്പം ഉദാസീനത കാണിക്കുന്നതായി നമ്മൾ കാണാറുണ്ട്. കാരണം അവർക്ക് ആ ബോധ്യം ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഈ കുറച്ച് കാലങ്ങളൊക്കെ ആയി ഇപ്പോൾ കുറേയധികം പേര് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ, അല്ലെങ്കിൽ ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ, നിത്യതയെക്കുറിച്ചുള്ള ധ്യാനം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഇതൊക്കെ ദൂരീകരിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നത്, ഇതൊക്കെ ഞാൻ വളരെ താല്പര്യത്തോടെ കാണാറുണ്ട്. കഴിഞ്ഞൊരു 8-9 കൊല്ലമായിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ ഞാൻ ക്ലാസ്സുകളൊക്കെ എടുക്കുകയും സെമിനാറുകളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അനേകർ വളരെ താല്പര്യത്തോടെ ഈ സംശയങ്ങൾ ചോദിക്കുകയും, നിത്യതയുമായി ബന്ധപ്പെട്ട്, മരണത്തിന് ശേഷമുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ മേഖലകളെക്കുറിച്ചുള്ള സംശയങ്ങൾ ധാരാളം ആളുകളുടെ, അത് വിദ്യാസമ്പന്നരിലും വിദ്യാരഹിതരിലുമൊക്കെ ആ സംശയങ്ങളുണ്ടാകാം. എത്ര വലിയ വിദ്യാഭ്യാസം നേടിയവരും ഒക്കെ അവർക്കും സംശയങ്ങളുണ്ടാകാം. കാരണം ഈ മേഖല, ആത്മാവിൻ്റെ മേഖലകൾ ഒരുപക്ഷെ നമുക്ക് വ്യക്തതകൾ കിട്ടാതെ, ആ വ്യക്തതകൾ നമുക്ക് പലരും തരാതെ പോയ അല്ലെങ്കിൽ ലഭിക്കാതെ പോയ ഒരു മേഖലയായതുകൊണ്ട് ആ മേഖലകളിലുള്ള
കൃത്യതയും വ്യക്തതയും നമ്മൾ നേടിയെടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മരണാസന്നരായവർക്ക് വേണ്ടി, അവരെ ഒരുക്കാൻ വേണ്ടി, മരണാസന്നരായവർക്ക് നല്ല മരണം നേടാൻ, ഭാഗ്യപ്പെട്ട മരണം നേടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഗ്ലോബൽ ഡിവൈൻ മേഴ്സി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അവരോട് ചേർന്ന് ഞാനും ഒരു 10 ദിവസത്തെ കോഴ്സുകളൊക്കെ നടത്താറുണ്ട്. 4-5 കോഴ്സുകൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. 10 ദിവസത്തെ കോഴ്സുകളാണ്. അപ്പോൾ ആ കോഴ്സിലൊക്കെ പങ്കെടുക്കുന്ന അനേകരെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള സംശയങ്ങളൊക്കെ ധാരാളം പേര് ചോദിച്ച് നല്ല ബോധ്യത്തോടെ അവർ പോകുന്നത് കാണാറുണ്ട്. അത് മാത്രമല്ല, വേറെ പല സ്ഥലങ്ങളിൽ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ആയിട്ട്, തമിഴിലുമൊക്കെ ആയിട്ട് പലയിടങ്ങളിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ധാരാളം പേരുടെ വിശ്വാസ സംബന്ധമായ ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്നത് കാണുമ്പോഴും സന്തോഷമടയാറുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മരണമടഞ്ഞ അല്ലെങ്കിൽ മരിച്ച ഒരു വ്യക്തി, ഇപ്പം മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ദുരൂഹതകൾ, സംശയങ്ങളൊക്കെ പലരുടെയും മനസ്സിലുണ്ട്. ഇപ്പം മരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് മരിച്ചാൽ ഉടനെ സ്വർഗത്തിലേക്ക് പോവുമോ, നരകത്തിലേക്ക് പോവുമോ, ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോവുമോ, അതോ ഭൂമിയിൽ തന്നെ ഉണ്ടാകുമോ എന്നൊക്കെ, ഇങ്ങനെയൊക്കെ സംശയങ്ങൾ ചിലർക്കുണ്ടാകാം. നമ്മൾ അറിഞ്ഞിരിക്കണം, ഒരു വ്യക്തിയുടെ ആത്മാവ് അതിനെ ഈ ശരീരത്തിൽ നിന്ന് വേർപെടുന്നതിനെ മരണമെന്ന് നമ്മൾ വിളിക്കുന്നു. ശാസ്ത്രീയമായിട്ടും അത് ജീവൻ പോകുന്നതായിട്ട് ശാസ്ത്രം പറയുന്നെങ്കിൽ നമ്മൾ ഓർക്കുക, നമ്മുടെ കാഴ്ചപ്പാടിൽ അത് മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് അതിനുവേണ്ടി കുറിച്ചു വച്ചിരിക്കുന്ന, അതിനുവേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന അനുഭവത്തിലേക്ക് ഈ ആത്മാവ് കടന്നു പോവുകയാണ്. അതാണ് ഈ മരണത്തിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ മരിക്കുമ്പോൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുകയാണ്. ജീവൻ പോകുന്നു എന്നൊക്കെ പലരും പറയും. മൃഗങ്ങൾക്കും അതുപോലെ തന്നെയാണ്, ജീവൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ വിശേഷ ജീവിയായ മനുഷ്യൻ, മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനായ മനുഷ്യന് ദൈവം സവിശേഷമായി നൽകിയിരിക്കുന്ന ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നു. അതിനൊക്കെയുള്ള ഒത്തിരിയേറെ തെളിവുകളും അനുഭവങ്ങളൊക്കെ നമുക്കുണ്ട്. വിശുദ്ധരായ ആത്മാക്കളുടെയും അതുപോലെ തന്നെ വെറും പഠനം മാത്രമല്ല, വിശുദ്ധരുടെ ദർശനങ്ങൾ, അതൊന്നും വെറും ഒരു മാനസികമായ വിഭ്രാന്തിയിൽ നിന്നുണ്ടായതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അനേകം വിശുദ്ധരുടെ അനുഭവങ്ങൾ, അവർ സ്വർഗത്തെ കണ്ടവരും നരകത്തെ ദർശിച്ചവരും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ സന്ദർശനം ലഭിച്ചവരുമായ 100 കണക്കിനുള്ള വിശുദ്ധാത്മാക്കൾ നമുക്ക് മുമ്പിൽ ഉദാഹരണത്തിനുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങളെല്ലാം എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, മരണം എന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന അനുഭവമാണ്. അപ്പോൾ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ ഈ ആത്മാവിന് ഭൂമിയിലുള്ള ഒന്നും ഈ ആത്മാവിനെ സന്തോഷിപ്പിക്കാനോ തൃപ്തിപ്പെടുത്താനോ അതിനെ ആശ്വസിപ്പിക്കാനോ പറ്റില്ല. ഈ ഭൂമിയിലുള്ളിടത്തോളം, ശരീരത്തിലുള്ളിടത്തോളം കാലം ഈ ആത്മാവിന് ശരീരത്തിൻ്റെ സന്തോഷങ്ങളും ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളുമൊക്കെ ഈ ആത്മാവിനും ഒരുപക്ഷെ ആത്മാവിൻ്റേതുമാക്കി മാറ്റിക്കൊണ്ട് ആത്മാവ് ചിലപ്പോൾ ഒരു ബന്ധനത്തിൽ പോലും ആകാം. ഭക്ഷണപ്രിയരായ ഒരു വ്യക്തികളാണെങ്കിൽ ഭക്ഷണം നൽകുന്ന, ശരീരത്തിന് നൽകുന്ന സന്തോഷം ആത്മാവിൻ്റെയും സന്തോഷമായി മാറാം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുന്നു? ആത്മാവ് ഈ ഭക്ഷണപ്രിയമെന്ന ആ കാര്യത്തിൽ ആത്മാവ് ചിലപ്പോൾ ഉടക്കി കഴിയാം. വാസ്തവത്തിൽ ദൈവം സൃഷ്ടിച്ച ആത്മാവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, ഈ ആത്മാവിൻ്റെ ആ സന്തോഷത്തിൻ്റെ സാച്ചുറേഷൻ എന്ന് പറയുന്നത്, ഉച്ചസ്ഥായിയായ അവസ്ഥ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള സംയോജനമാണ്. ദൈവവുമായി സംയോജിക്കുന്ന ഒരാത്മാവ്. അപ്പം എൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ വെച്ചോ, ഈ ഭൂമിയിൽ എൻ്റെ ജീവിതത്തിന് ശേഷവും ഈ ആത്മാവ് ദൈവവുമായി സംയോജിച്ചാൽ ആ ആത്മാവ് ഏറ്റവും സന്തുഷ്ടമായ അവസ്ഥയിലായിരിക്കും. അത് ഈ ഭൂമിയിൽ വെച്ചായാലും ശരി. പലരും ഈ ഭൂമിയിലെ ദുഃഖ ദുരിതങ്ങളെ ഓർത്ത്, കടബാധ്യതകളെ ഓർത്ത്, തകർച്ചകളെ ഓർത്ത്, ഈ ഭൂമിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹനങ്ങളെയൊക്കെ ഓർത്ത് പലരും വേദനിക്കുകയും കരയുകയും ചെയ്യാറുണ്ട്. നമ്മളൊക്കെ അതൊക്കെ ഓർത്ത് വിഷമിക്കാറുണ്ട്. പക്ഷേ ഓർക്കണം, നമ്മുടെ ആത്മാവിൻ്റെ ആ സന്തോഷം എന്ന് പറയുന്നത് ദൈവവുമായുള്ള സംയോജനവും ദൈവവുമായിട്ടുള്ള ഐക്യവുമായതിനാൽ
ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഈ ഐക്യം നേടിയെടുക്കുന്ന ഒരാത്മാവ്, ഒരു വ്യക്തിയാണ് വാസ്തവത്തിൽ ഏറ്റവും ഭാഗ്യപ്പെട്ട വ്യക്തി. അപ്രകാരം ഒരു വ്യക്തി മരിച്ചാൽ, അതായത് ദൈവവുമായിട്ടുള്ള ഐക്യത്തിലൂടെ ഐക്യപ്പെട്ട ഒരു വ്യക്തി ആ അവസ്ഥയിൽ മരിച്ചാൽ ആ മരണത്തിനെയാണ് ഭാഗ്യമരണം എന്ന് വിളിക്കുന്നത് തന്നെ. 2 ഡോക്ടറേറ്റ് എടുത്ത ഒരു അച്ഛൻ തൻ്റെ സഹോദരി സിസ്റ്റർ മരിച്ചപ്പോൾ എന്നോട് പറയുകയാണ്, സഹോദരിയായ സിസ്റ്റർ വളരെ പെട്ടെന്നാണ് മരിച്ചത്. 80-ഓളം വയസ്സുണ്ടെങ്കിലും ഇപ്പം ആൾ പെട്ടെന്ന് മരിച്ചപ്പോൾ അച്ഛൻ പറയുകയാണ്, പെങ്ങൾ നല്ല ഭാഗ്യപ്പെട്ട മരണമായിരുന്നു. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, മരിക്കുന്ന അന്നും രാവിലെ സിസ്റ്റർ എഴുന്നേറ്റിട്ട് മറ്റേ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്ററിനെയൊക്കെ ശുശ്രൂഷിച്ച ശേഷം വീണ്ടും പോയി കിടന്നു. പിന്നെ കുർബാനയ്ക്ക് പോയില്ല. കുർബാനയ്ക്ക് പോകാത്തതുകൊണ്ട് കുർബാന കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് വന്ന് നോക്കുമ്പോൾ ആൾ മരിച്ചു കിടക്കുന്നു. ആർക്കും ഒരു ശല്യം ഉണ്ടാക്കിയില്ല, ഒരു സഹനവും ഇല്ലായിരുന്നു, കാര്യമായിട്ട് കിടപ്പൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഭാഗ്യപ്പെട്ട മരണമായിരുന്നു. അതായത് ദൈവശാസ്ത്രത്തിനുമൊക്കെ വലിയ പഠനമുള്ള വൈദികർ പോലും ചിന്തിച്ചു പോയത് അതാണ് ഭാഗ്യപ്പെട്ട മരണമെന്ന്. അല്ല, അത് സിസ്റ്ററിൻ്റെ ഭാഗ്യപ്പെട്ട മരണമല്ലെന്ന് ഞാൻ പറയല. കാരണം സിസ്റ്ററിൻ്റെ ആത്മാവ് ഏതവസ്ഥയിലായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ഇപ്രകാരം ഒരാൾ മരിച്ചു എന്ന് കരുതി, വലിയ അധികം സഹിക്കാതെ ആരെയും കഷ്ടപ്പെടുത്താതെ ഒരാൾ മരിച്ചു എന്ന് കരുതി അത് ഭാഗ്യപ്പെട്ട മരണമാകില്ല. ഒരുപക്ഷെ ഏറ്റവും വലിയ ഭാഗ്യപ്പെട്ട മരണമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഒത്തിരിയേറെ ധാരാളം സഹിച്ച് ആ സഹനത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിൽ ഈശോയുടെ സഹനത്തോട് യോജിച്ച് ഐക്യപ്പെട്ട് ഒരു വ്യക്തി മരിച്ചാൽ ഒരുപക്ഷെ അതായിരിക്കാം ഏറ്റവും അധികം ഭാഗ്യപ്പെട്ട മരണം, ഏറ്റവും അനുഗ്രഹീതമായ മരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് വിശുദ്ധ അൽഫോൻസാമ്മയും വിശുദ്ധ കൊച്ചുത്രേസ്യയും വിശുദ്ധ പാദ്രേ പിയോയും ഒക്കെ അനുഭവത്തിലൂടെയും ജീവിതത്തിലൂടെയും ഒക്കെ പഠിപ്പിച്ചത്. വിശുദ്ധ അൽഫോൻസാമ്മ വിശുദ്ധയായത് മറ്റൊന്നും കൊണ്ടല്ലല്ലോ, അനുഗ്രഹീതമായ സഹനത്തിലൂടെ മാത്രമാണ് എന്നതും നമ്മളിവിടെ ഓർക്കുക. അതുമാത്രമല്ല, ഏത് വിശുദ്ധരാണ് സഹനമില്ലാതെ അവർ നല്ല സുഖമായിട്ട് ജീവിച്ച് വിശുദ്ധരായത്? ആരാ ഉള്ളത്? ആരും തന്നെയില്ല. അതുകൊണ്ടാണ് സഭ ഏറ്റവും വലിയ സഹനത്തിലൂടെ കടന്നുപോയി രക്തസാക്ഷിത്വം വഹിക്കുന്നവരെ ഏറ്റവും വലിയ വിശുദ്ധരായിട്ട് തന്നെ സഭ കാണുന്നതിൻ്റെ കാരണം ഈ സഹനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിയതുകൊണ്ടാണ്. അതുകൊണ്ട് വേണ്ട വിധത്തിൽ സഹിച്ച് വേണ്ടതുപോലെ സഹിച്ച്, കാരണം വെറുതെ സഹിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. സഹനത്തിന് നേരങ്ങളിലൊക്കെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി, സഹനത്തിന് കാരണമായവരെ പഴിച്ച്, മറ്റുള്ളവരെല്ലാം ശപിച്ച്, ഈ സഹനത്തെ ഓർത്ത് തെറിയും പറഞ്ഞ്, അസഭ്യം പറഞ്ഞ്, പുലഭ്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് അനുഗ്രഹമാകിയല്ല. പക്ഷേ സഹനത്തിൻ്റെ നേരങ്ങളിലെല്ലാം സഹിക്കുന്ന ഈശോയുടെ സഹനങ്ങളുമായി ഐക്യപ്പെട്ടു പോകുന്ന ഒരു വ്യക്തി ഭാഗ്യപ്പെട്ട മരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അപ്രകാരം മരിക്കുന്നവർ വാസ്തവത്തിൽ വിശുദ്ധരായി മാറും. അവർക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ശുദ്ധീകരണം, അവരുടെ ആത്മാവിലെ ശുദ്ധീകരണം അവർക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിന് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഈ നിമിഷങ്ങളിൽ പറയാനായിട്ട് എൻ്റെ ആത്മാവിൽ തോന്നിയ കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മേഖലയിലൂടെ മരണമടഞ്ഞു പോയ, അതായത് വേണ്ട വിധത്തിൽ സഹിച്ചും വേണ്ട വിധത്തിൽ ഒരുങ്ങിയും യേശുവുമായി ഐക്യപ്പെട്ടും ഒരു വ്യക്തി മരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഭാഗ്യപ്പെട്ട മരണമാകുന്നു, അത് അനുഗ്രഹീതമായ ഒരു മരണമാകുന്നു എന്നുള്ളത് ഓർക്കുക. ഹാപ്പി ആൻഡ് പീസ്ഫുൾ ഡെത്ത് എന്ന് പറയുന്നത്, സന്തോഷകരവും സമാധാനപരവുമായ മരണമെന്ന് പറയുന്നത് നമ്മളൊക്കെയും പ്രാർത്ഥിച്ച് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ എല്ലാവരും ഒന്ന് ചോദിക്കണം, ദൈവമേ എനിക്ക് സന്തോഷകരവും സമാധാനപൂർണവുമായ ഒരു മരണം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെ നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെ മരിച്ച്, അങ്ങനെയൊക്കെ ചോദിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് ആ കൃപയൊക്കെ സ്വീകരിച്ച് സമാധാനപരമായിട്ട്, അത് രോഗിയായിട്ടോ പ്രായമായിട്ടോ ഹാർട്ട് അറ്റാക്കോ പെട്ടെന്നുള്ള മരണമോ ഏത് തരത്തിലുള്ള മരണമായാലും അതൊരു പ്രശ്നമല്ല. ചിലപ്പോൾ ചിലർ പ്രിയപ്പെട്ടവരുടെ മരണം പെട്ടെന്നായി പോയി, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി, അറ്റാക്ക് വന്ന് മരിച്ചുപോയി, കൂതാശകളൊന്നും സ്വീകരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ കരുതിയൊക്കെ അതിനെ ഓർത്തൊക്കെ ഒത്തിരി വിഷമിക്കുന്നവരുണ്ട്. പക്ഷെ ഓർക്കുക, അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ ചെയ്യേണ്ടതായ ഒരു കാര്യം, ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ
നമ്മൾ യേശുവുമായിട്ട് നമ്മുടെ പരിമിതികളും കുറവുകളൊക്കെ ഉണ്ടാകാം. മാനുഷികമായ കുറവുകളെക്കുറിച്ചോ പരിമിതികളെക്കുറിച്ചോ ഒന്നുമല്ല പറഞ്ഞു, നമ്മളൊക്കെ മനുഷ്യരാണ്. പക്ഷെ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദാറ്റ്, അതൊക്കെ ഉണ്ടെങ്കിൽ ശരി, നമ്മൾ പ്രിയപ്പെട്ടവരെ ഈ മരണത്തിന് വേണ്ടി, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വേണം, മരണത്തെക്കുറിച്ചുള്ള ആ ചിന്ത നമുക്ക് വേണം. നമ്മളൊക്കെ മരിക്കുമെന്നുള്ള ഒരു ഉറപ്പും ഒരു ചിന്തയും നമുക്ക് ഉണ്ടാകണം. ഒപ്പം ആ മരണത്തിന് വേണ്ടി, ആ നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഏത് പ്രായവും ഏതെത്ര ആരോഗ്യമുള്ളവരും ഒക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ കണ്ടല്ലോ, ജിമ്മിലൊക്കെ പോയി നല്ല മിടുക്കനായിട്ട് നല്ല ആരോഗ്യവാനായിട്ടിരുന്ന നമ്മുടെ കന്നഡ നടൻ പുനിത്, അദ്ദേഹം പെട്ടെന്നാണ് അറ്റാക്ക് വന്ന് മരിക്കുക. അപ്പോൾ ഏത് ആരോഗ്യമുള്ളവർക്കും എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാവുന്നതാണ്, എങ്ങനെ വേണമെങ്കിലും മരിക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ട് മരണത്തിന് പ്രത്യേകമായ സമയമോ അതൊക്കെ ദൈവത്തിൻ്റെ കൈകളിലിരിക്കുന്ന കാര്യമാണ്. കള്ളനെ പോലെ മരണം വരുന്നു എന്നാണല്ലോ പറയുന്നതും. അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി നന്നായിട്ട് ഒരുങ്ങുക. അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട നമ്മൾ ധ്യാനിക്കുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ധ്യാനിക്കേണ്ടതായ വിഷയം, ഈ മരണമെന്ന ഈ പടി കടന്ന് ഈ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോയ ഒരാത്മാക്കളെക്കുറിച്ചുള്ള ഒരു ധ്യാനമാണിത്. അപ്പം അതുകൊണ്ട് ഈ മരണമെന്ന വാതിൽപ്പടി കടന്ന് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചവരാണ് ഈ ആത്മാക്കൾ. അപ്പം മരിച്ചുപോയൊരാത്മാവ്, മരിച്ചുപോയ ആത്മാവല്ല, മരിച്ചുപോയൊരു വ്യക്തിയുടെ ആത്മാവ്, ആ വ്യക്തിയുടെ ആത്മാവ് ഇപ്പോൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ അതോ ശുദ്ധീകരണ സ്ഥലത്തിലാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. അതിപ്പം നമ്മൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ജീവിച്ചിരിക്കുന്നവരായി നമ്മൾ ചെയ്യേണ്ട കാര്യം. എത്ര കാലം പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതകാലം മുഴുവനും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അത് അതിൻ്റെതായ കാരണങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ചിലർ എന്നോടൊരു സഹോദരി ഒരിക്കൽ വന്ന് പറഞ്ഞു, അവരുടെ സഹോദരൻ മരിച്ചിട്ട് 8 കൊല്ലമായി. വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അപ്പോൾ മരിച്ച് 8 കൊല്ലവും ഈ സഹോദരൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും കുർബാനകൾ അർപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ 8 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനിക്കാൻ ചെന്ന് ആ ധ്യാനത്തിനിടയിലുള്ള കൗൺസിലിനിടയ്ക്ക് കൗൺസിലർ പറഞ്ഞു, സഹോദരൻ ഇപ്പോൾ സ്വർഗത്തിലായി, അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ഇനി ഉള്ളിൽ സ്വർഗത്തിലായി എന്ന് പറഞ്ഞു. സ്വർഗത്തിലായ ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം അതിൻ്റെ ആവശ്യമില്ലാതെ അവർ സ്വർഗത്തിലാണ്. നരകത്തിൽ പോയ ഒരാത്മാവാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വിശേഷവുമില്ല, കാരണം അവർക്ക് ആ പ്രാർത്ഥന ഉപകരിക്കുന്നില്ല. പ്രാർത്ഥന വേണ്ടത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയാണ് ദാനം. അപ്പോൾ ഇവിടെ സ്വർഗത്തിൽ പോയെങ്കിൽ പ്രാർത്ഥന നിർത്താമെന്നർത്ഥം. വാസ്തവത്തിൽ ആ കൗൺസിലർ ചെയ്തത് വലിയൊരു അപരാധമാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഈ ആത്മാവ് സ്വർഗത്തിലെത്തിയെന്ന് ഉറപ്പൊന്നും പറയാൻ ഈ കൗൺസിലർക്ക് അവകാശമില്ല, ഈ കൗൺസിലർക്ക് അത് സാധിക്കുകയുമില്ല. ഒരു ഉദ്ദേശം വെച്ചൊക്കെ അങ്ങനെ പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായി എന്ന് കരുതി അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയാൻ പാടില്ല. ആശ്വസിപ്പിക്കാൻ വേറെ പല കാര്യങ്ങളും പറയാം. പക്ഷേ ഒരാത്മാവിനെ കാരണം ആ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തിലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതോടെ നിന്നുപോയാൽ അതിന് ഉത്തരവാദിയപ്പോൾ ആരാണ്? ഈ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തിൽ അനുഭവിക്കേണ്ടിയെന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന ആ സഹനത്തിന് ഇനി ആരായിരിക്കപ്പോൾ ഉത്തരവാദി? ഈ കൗൺസിലർ തന്നെയായിരിക്കപ്പോൾ. അപ്പം അതുകൊണ്ട് ഒരു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാവിൻ്റെ വേദനയെക്കുറിച്ച് നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാകാം അതൊക്കെ അത്രമാത്രം നമ്മൾ ചെറുതായിട്ട് കാണാൻ ശ്രമിക്കുന്നത്. വിശുദ്ധ പാദ്രീപിയോ പറയുന്നത്, ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരു ആത്മാവിൻ്റെ വേദനയുടെ ആഴത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ അവരെ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നമ്മളാലാവുന്നതെല്ലാം ചെയ്യുമെന്നാണ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അദ്ദേഹം എഴുതിയ സ്പേസ് ആൽവി, പ്രത്യാശയിൽ രക്ഷ, സേവ്ഡ് ബൈ ഹോപ്പ് എന്ന് പറയുന്ന ആ ചാക്രിയ ലേഖനത്തിൽ അതിനെക്കുറിച്ച് തന്നെ പാപ്പ പിന്നീട് പറയുന്ന, അത് എഴുതിയതിനു ശേഷം 1 കൊല്ലത്തിന് ശേഷം 2008 അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞത്, ഈ ഒരു വ്യക്തി ഒരു മരിച്ചതിന് ശേഷം ആ മരണത്തിന് ശേഷം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഭൂമിയിലുള്ളവർ പരിശ്രമിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത് വലിയ അനീതിയാണ് എന്നാണ് പാപ്പ തന്നെ പറഞ്ഞത്. അതായത് മരിച്ചവർക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത് അത് അനീതിയാണ്, അവരോട് ചെയ്യുന്ന വലിയ അനീതിയാണ്. കാരണം നമുക്കറിയാം, ഒരു പൂച്ചയോ പട്ടിയോ പശുവോ ഏതെങ്കിലും ഒരു കിണറ്റിൽ വീണു എന്ന് കരുതുക.
വെള്ളത്തിൽ വീണു എന്ന് കരുതുക, അതിന് തനിയെ കയറിപ്പോരാൻ പറ്റിയാലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതിനെ രക്ഷിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും, അല്ലേ? എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷിച്ച് കരയ്ക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെയെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ വേദനയ്ക്കിൽ ആയിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ, മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾ കടന്നു പോകുന്ന വേദനയുടെ ആഴത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ എത്രയും പെട്ടെന്ന് നമ്മൾ അവരെ അവിടുന്ന് രക്ഷിക്കാനുള്ള വഴികളാണ് നമ്മൾ നോക്കേണ്ടത്. അതിനെക്കുറിച്ച് മാത്രം നമ്മൾ എന്തിയെ പലപ്പോഴും ചിന്തിക്കാത്തത്? അവിടെയാണ് ഇപ്പോൾ ഈ ഒരു ഇപ്രകാരമുള്ള ശുദ്ധീകരണാത്മാക്കളും നമ്മളുമെന്നൊക്കെയുള്ള ഇപ്രകാരമുള്ള ഈ ഒരു പ്രാർത്ഥനാ യജ്ഞവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളുമൊക്കെ നമ്മളെ നയിക്കുന്ന ആ ഒരു കാര്യം ഈ ഒരു വിഷയത്തിലേക്കാണ്. അവരെ നമ്മൾ സഹായിക്കണം. അവരെ സഹായിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ. അവരെ സഹായിക്കാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം അവര് അനാഥമായി പോകും, അവർക്ക് സഹായം കിട്ടാതെ പോകും എന്നാണ്. കാരണം ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ഒരു ആത്മാവിന് സ്വയം അവർക്ക് സഹായിക്കാൻ പറ്റിയല്ല എന്നുള്ളതാണ്. ദേ കനോട്ട് ഹെൽപ്പ് ദംസെൽസ്. അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ പറ്റിയല്ല. ഇവിടെ ഉള്ളവർക്ക് തന്നെ തങ്ങളെ തന്നെ സഹായിക്കാൻ പറ്റും, തങ്ങൾക്ക് തന്നെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് അവരുടെ രക്ഷ അവർക്ക് ഉറപ്പാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് കുടി വേണം നിർത്താം, മനസ്സ് വെച്ചാൽ നിർത്താം. അല്ലെങ്കിൽ തെറ്റുകളുടെ വഴിയൊക്കെ ഉപേക്ഷിച്ച് പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. അങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തിക്ക് ബോധമുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി തന്നെ പരിശ്രമിക്കാം. പക്ഷേ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ഒരു ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ഒരു ആത്മാവിന് തങ്ങളെ തന്നെ സഹായിക്കാൻ പറ്റിയല്ല എന്നുള്ളതാണ്. അതാണ് അവിടെ അവർ നിസ്സഹായരായ ആത്മാക്കളാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പം അതുകൊണ്ട് ഈ നിസ്സഹായരായ ആത്മാക്കളെ സഹായിക്കാൻ ആകെ സാധിക്കുന്ന ആർക്കാണ്? ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് മാത്രമാണ്. അതാണ് ഈ സഭയുടെ കൂട്ടായ്മ എന്ന് പറയുന്നതാണ്. നമ്മൾ പലരും സഭ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്ന ഈ ഭൂമിയിലെ സഭയും ഈ സഭയിലെ വൈദികർ, മെത്രാന്മാർ, അല്ലെങ്കിൽ ഇവിടെയുള്ള വിശ്വാസികൾ, മാർപ്പാപ്പ, ഇവരെയൊക്കെ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. സഭയെന്ന് പറയുന്നത് അത് മാത്രമല്ല. സഭയുടെ കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് 3 മേഖലകളുണ്ടെന്ന് നമുക്കറിയാം. സഭയെന്ന് പറയുന്നത് 3 തട്ടുകളായിട്ടാണെന്ന് നമുക്ക് പറയാം. ഒന്ന് സ്വർഗീയ സഭയാണ്. അത് വിജയസഭയെന്ന് അതിനെ വിളിക്കാറുണ്ട്. സ്വർഗീയ സഭ എന്ന് പറയുന്നത് ഹെവൻലി ചർച്ച്. സ്വർഗീയ സഭ എന്ന് പറയുന്നത് വിജയം അണിഞ്ഞവരുടെ, സ്വർഗീയ കിരീടമണിഞ്ഞവരുടെ, സ്വർഗീയ സമ്മാനം നേടിയെടുത്തവരുടെ കൂട്ടായ്മയാണ്. അവിടെ വലിയ വിശുദ്ധരുണ്ട്, കൊച്ചു വിശുദ്ധരുണ്ട്, ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു ചെയ്യുന്ന വിശുദ്ധരുണ്ട്. അവരൊക്കെയും വിശുദ്ധരാണ്. അങ്ങനെ അവരുടെ കൂട്ടായ്മ. അവർക്ക് ഭൂമിയിലുള്ളവരെ സഹായിക്കാൻ പറ്റും. ഭൂമിയിലുള്ള നമുക്ക് അവരുടെ സഹായം, അവർക്ക് സ്വർഗത്തിൽ നിന്ന് കൃപകൾ നേടിക്കൊടുക്കാൻ അവർക്ക് സാധിക്കും. എന്നാൽ ഭൂമിയിലുള്ളവർക്ക് മാത്രം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുണ്ട്. രണ്ടാമത്തെ കൂട്ടര് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളുടെ കൂട്ടായ്മ, അതും സഭയാണത്. ശുദ്ധീകരണ സഭ എന്നതിനെ വിളിക്കാം. പ്യൂരിഫൈയിങ് ചർച്ച് എന്ന് വിളിക്കാൻ വേണമെങ്കിൽ. സഹനത്തിലൂടെ കടന്നു പോകുന്നവരാണ് അവര്. അതുകൊണ്ട് അവരെ സഫറിംഗ് ചർച്ച് എന്ന് വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെ ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്ന ആ സഹനസഭ, ആ സഹനസഭയിലുള്ളവർക്ക് വേറെ ആരെയും സഹായിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പം അങ്ങനെയെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് പറ്റുന്ന ഒരു സഭയുടെ കൂട്ടായ്മയാണ് ഭൂമിയിലെ സഭ, അല്ലെങ്കിൽ തീർത്ഥാടന സഭ, പിൽഗ്രിം ചർച്ച് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ പിൽഗ്രിം ചർച്ച്, തീർത്ഥാടകം സഭ, എങ്ങോട്ടാണ് തീർത്ഥാടനം? നമ്മളൊക്കെയും തീർത്ഥാടനം ചെയ്യുന്നത് സ്വർഗത്തെ ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പം അങ്ങനെ സ്വർഗത്തെ ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുന്ന നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കടമയാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സഹായിക്കുക, അവരെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാനാവുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരെ സഹായിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് ക്രൂരതയാണ്, അത് അനീതിയാണ്. മാർപ്പാപ്പ പറയും, ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയും, സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാതിരിക്കുന്നത് അത് ക്രൂരമായ ഒരു അവസ്ഥയുടെ ലക്ഷണമാണ്. ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്ന ഉദാഹരണം അതാ. പാപ്പ പറയും, ഒരു സമൂഹം നല്ലതാണോ, ഒരു സമൂഹം കാരുണ്യമുള്ളതാണോ എന്നറിയുന്നത് ആ സമൂഹത്തിൽ
വേദന അനുഭവിക്കുന്നവരെ സഹായിക്കുന്നവരുണ്ടാകുമ്പോഴാണ്. ഇപ്പം നിങ്ങളുടെ ഇടവകയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് വേദനിക്കുന്നവരെ സഹായിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ സമൂഹം നന്മയുള്ള സമൂഹമാണ്, കരുണയുള്ള സമൂഹമാണ്. ഇതാണ് പാപ്പ പറഞ്ഞതിൻ്റെ ചുരുക്കം. എൻ്റെ പാപ്പ പറയുകയാണ്, അതേസമയം നിങ്ങളുടെ സമൂഹത്തിൽ, നമ്മുടെ സമൂഹത്തിൽ സഹായം ആവശ്യമുള്ളവരെ അവരുടെ നേരെ കണ്ണടയ്ക്കുന്നെങ്കിൽ അത് ക്രൂരമായൊരു സമൂഹമാണ്, ക്രൂരരായ വ്യക്തികളാണ്, അത് അനീതിയാണ്, മനുഷ്യത്വരഹിതമാണ് എന്നാണ് ബെനഡിക്റ്റ് പാപ്പ പറയുന്നത്. അതിൻ്റെ പാപ്പ സൂചിപ്പിക്കുന്നത്, ഈ ചാക്രി ലേഖനത്തിലൂടെ സൂചിപ്പിക്കുന്നത്, അതുകൊണ്ട് സഹായം ആവശ്യമുള്ള ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നമ്മൾ തീർച്ചയായും സഹായിക്കണം. അങ്ങനെയാണ് ഭൂമിയിലുള്ള സഭ കരുണയുള്ള സഭയായി മാറുന്നത്. കാരുണ്യത്തിൻ്റെ നിറകുടമായിട്ട് അവർക്ക് മാറാൻ സാധിക്കുന്നത് എന്ന് മാർപ്പാപ്പ നമുക്കും ചിന്തിക്കാൻ പറ്റും. മാർപ്പാപ്പായോട് ചേർന്ന് ചിന്തിക്കുമ്പോഴതാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, ഈ മരണമടഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കൾ, അപ്പോൾ അവർ ഒരുപക്ഷെ നമുക്കറിയാം ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് നമുക്കറിയാം. ഈ ഭൂമിയിൽ വെച്ച് അവർ ചെയ്ത പാപത്തിന് തക്കതായ വേണ്ട വിധത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യാതെ പോയ അവസ്ഥയിൽ ഒരാത്മാവിൻ്റെ മേഖലയിൽ അനുഭവപ്പെടുന്ന ആ ഒരു ദൈവത്തിൻ്റെ നീതി ആവശ്യപ്പെടുന്ന അനുഭവമാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യമല്ല, നീതിയാണ്. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പിൽ ഫൗസ്റ്റീനായ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളൊക്കെ അതിൽ ബോൾഡ് ലെറ്ററിൽ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈശോ അവളോട് തന്നെ പറയുന്ന കാര്യമാണ്. അതായത് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ നീതി ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് മൈ മേഴ്സി ബട്ട് ജസ്റ്റിസ് ഡിമാൻഡ്സ് ഇറ്റ്. ജസ്റ്റിസ് ഓഫ് മേഴ്സി ഡിമാൻഡ്സ് പർഗട്ടറി. അതാണ് ദൈവത്തിൻ്റെ നീതിയാണ് ഈ ശുദ്ധീകരണാനുഭവത്തെ ആവശ്യപ്പെടുന്നത്. അപ്പം ദൈവം നീതിമാനുമാണ്, കാരുണ്യവാനാണ് എന്നതുപോലെ തന്നെ ദൈവം നീതിമാനുമാണ്. ദൈവം നീതിമാനല്ലെങ്കിൽ ദൈവം പിന്നെ അനീതി കാണിക്കുകയല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ നീതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം നീതിമാനായതുകൊണ്ട് ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്ക് അനുസരണമായിട്ട് തന്നെയാണ് അവർക്ക് പ്രതിഫലം ലഭിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും ഒരേപോലെ ആയിപ്പോയാനെ. അപ്പം അതുകൊണ്ട് ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്ക് അനുസരണമായി വിധിക്കുന്നവനാണ് ദൈവം. അവർക്ക് അതിനനുസരണമായിട്ടാണ് അവർക്ക് മരണത്തിനു ശേഷമുള്ള അവരുടെ ആത്മാവിൻ്റെ സഹനവും എന്നത് ഓർക്കുക. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് ഒരു വ്യക്തി ചെയ്ത പാപത്തിന് നമുക്കറിയാം, പാപത്തിന് 2-3 തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ശിക്ഷയാണ്. നമുക്കറിയാം പാപത്തിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ദൈവം ശിക്ഷിക്കുന്നതെന്നല്ല അതിൻ്റെ അർത്ഥം. പാപത്തിൽ തന്നെ അതിൽ ശിക്ഷ ഒളിച്ചിരിപ്പുണ്ട്. പാപം ചെയ്യുമ്പോൾ തന്നെ മദ്യം കഴിക്കുമ്പോൾ തന്നെ കരൾ രോഗം അതിൽ മറഞ്ഞിരിപ്പുണ്ട്. അവൻ കള്ളടിച്ച് കരൾ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം തരുന്ന ശിക്ഷയാണോ? അല്ല. കള്ളടിക്കുമ്പോൾ അല്ലെങ്കിൽ മദ്യം കഴിച്ച് അതിന് അഡിക്റ്റായി കഴിയുമ്പോൾ അതിൽ തന്നെ ഉള്ളതാണ് ഈ രോഗവും തകർച്ചകളും ഒക്കെ അതിൽ തന്നെ ഉള്ളതാണ്. അപ്പം അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ പാപത്തിന് ശിക്ഷയുമുണ്ട്. ഈ പാപത്തിന് ശിക്ഷ എന്ന് പറയുന്നത് 2 വിധത്തിലാണ് നമുക്കറിയാം. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ഒന്ന് നിത്യശിക്ഷ. അത് മാരകപാപത്തിൻ്റെ ശിക്ഷയാണ്. നിത്യശിക്ഷ എന്ന് പറയുന്നത് അത് നരകമാണ്. ഇറ്റേണൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് നരകമാണ്. അപ്പം മാരകമായി പാപം ചെയ്തൊരു വ്യക്തി ആ പാപത്തിൻ്റെ അവസ്ഥയിൽ തന്നെ ദൈവത്തോടുള്ള ശത്രുതയിൽ അദ്ദേഹം മരിച്ചാൽ മരണത്തിന് സമയത്തും അതേ അവസ്ഥയിലാണെങ്കിൽ അവർക്ക് ലഭിക്കുന്നത് നരകമാണ് എന്ന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ മരണത്തിൻ്റെ സമയത്ത് ജീവിതകാലം മൊത്തം മാരകപാപം ചെയ്ത വ്യക്തിയാണെങ്കിൽ ശരി, ആ മരണത്തിൻ്റെ അവസാന സമയത്താണെങ്കിലും ഒരു നിമിഷം ദൈവമേ ക്ഷമിക്കണമേ എന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിലെങ്കിലും അയാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നശിച്ചു പോകുകയില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. അത് അങ്ങനെ നശിച്ചു പോകില്ല. കാരണം ആ അവസ്ഥയാണ്, അതാണ് ദൈവത്തിൻ്റെ കാരുണ്യം. ആ കാരുണ്യം മരണത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷം വരെയും അവർക്ക് ലഭിക്കും. ആ അവസാന നിമിഷവും ആ കാരുണ്യത്തോട് സഹകരിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ മാത്രമാണ് അവർക്ക് ഈ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ നീതിയിലേക്ക് അവർ പ്രവേശിക്കേണ്ടി വരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് നമ്മൾ ഓർക്കുക,
ഈ ഭൂമിയിൽ വെച്ച് ഈ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ നീതിയാണ് ശുദ്ധീകരണ സ്ഥലവും അതുപോലെ തന്നെ നരകവും. നരകം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തെ തിരസ്കരിച്ച് സ്നേഹത്തെ നശിപ്പിച്ച്, അതാണ് അത് പ്രധാനപ്പെട്ടതാണ്. ദൈവം സ്നേഹമാണ്, അതുകൊണ്ടാണ് ദൈവത്തെ തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തെ തിരസ്കരിക്കുക എന്നർത്ഥം. അപ്പം സ്നേഹത്തെ തിരസ്കരിച്ച് സ്നേഹത്തെ നശിപ്പിച്ച് വികലമാക്കി സ്നേഹത്തെ പൂർണ്ണമായും സ്നേഹമായ ദൈവത്തെ തൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു കളഞ്ഞ നശിപ്പിച്ചു കളഞ്ഞ ഒരാത്മാവ്, ഒരു വ്യക്തി, ആ വ്യക്തി മരണത്തിന് ശേഷം മരിക്കുന്ന സമയത്തും അതിനെക്കുറിച്ച് യാതൊരു അനുതാപവും ഇല്ലാതെ അവർ മരിച്ചാൽ എന്താ നടക്കുന്നത്? നരകത്തിലേക്ക് പോകും. എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ മാരകഭാവം ചെയ്തൊരു വ്യക്തി അതിനെക്കുറിച്ച് അനുദപിച്ചു, ദൈവത്തോട് മാപ്പ് ചോദിച്ചു, കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു, പാപം ഉപേക്ഷിച്ചു, ജീവിതത്തിൽ അദ്ദേഹം ആ തെറ്റെല്ലാം അവസാനിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു? അതിനുള്ള പരിഹാരവും ചെയ്യുന്നു. ഇതൊക്കെ പറയുമ്പം എനിക്ക് സംശയമുണ്ട്. കാരണം പ്രൊട്ടസ്റ്റന്റുകാരും പെന്തക്കോസ്തക്കാരൊക്കെ പറയുന്ന പരിഹാരത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അത് പലർക്കും ഉള്ള സംശയമാണ്. കാരണം അതിൻ്റെ സ്വാധീനമുള്ള പലരും ഇങ്ങനെ പരിഹാരം ചെയ്യേണ്ട കാര്യം എന്താ, നമ്മൾ പരിഹാരം ചെയ്യേണ്ട കർത്താവായ ഈശോ കാൽവരിയിൽ പരിഹാരം ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ന്യായങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ട കാര്യം, കർത്താവായ ഈശോയുടെ പരിഹാരം അത് എന്നേക്കുമായിട്ടുള്ള പരിഹാരമാണ്. ഇനി മനുഷ്യകുലത്തിന് പാപപരിഹാരത്തിന് വേണ്ടി ഇനി വേറെ പരിഹാരം ആവശ്യമില്ല. അത് ശരിയാണ്. പാപം കർത്താവ് മോചിച്ചു. അതിന് കാൽവരിയിലെ കുരിശിലൂടെ അവിടുന്ന് സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം ഈശോ ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, ഓരോ വ്യക്തിയും ഓരോരുത്തരും ചെയ്യുന്ന പാപത്തിന് ആ പാപം അവരുടെ ആത്മാവിലുണ്ടാക്കുന്ന ചില പരിണിത ഫലങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഈ പാപത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്. പാപം ചെയ്തു, പാപത്തിൽ കുറേ കാലം തുടർന്നു, ആ വ്യക്തി പാപത്തെക്കുറിച്ച് അനുദപിച്ചു, ദൈവത്തോട് ഏറ്റു പറഞ്ഞു, കുമ്പസാരത്തിലോ അല്ലെങ്കിൽ അത് ദൈവത്തോട് ഏറ്റു പറഞ്ഞു, പാപം മോചിച്ചു. ശരി, അതോടെ പാപത്തിൻ്റെ ഫലങ്ങളെല്ലാം തീർന്നോ? തീരുന്നില്ല. കഴിഞ്ഞ കാലത്തിൽ ചെയ്ത പാപം നമ്മുടെ ആത്മാവിൽ ചില പാപത്തോട് താല്പര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. പാപത്തോടുള്ള ഒരു അടുപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പാപം ചെയ്യാനുള്ള ഒരു പ്രേരണ നമുക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പാപത്തോടുള്ള പ്രൊപ്പൻസിറ്റി എന്നൊക്കെ അതിനെ വിളിക്കുന്നത്, പ്രൊപ്പൻസിറ്റി ടു സിൻ. ആ പ്രൊപ്പൻസിറ്റി നമ്മുടെ ആത്മാവിൽ നിന്ന് മാറിയിട്ടില്ല. ഉദാഹരണത്തിന് 5 കൊല്ലം കുടിച്ചുകൊണ്ട് നടന്നൊരു വ്യക്തി മദ്യപാനം ഉപേക്ഷിച്ച് കഴിഞ്ഞു. മദ്യത്തിന് നമുക്കറിയാതെ ശരീരത്തിലും അത് അഡിക്ഷൻ ഉണ്ടാക്കാം, അത് ആത്മാവിലും ഉണ്ടാക്കാം. ഇനി അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്തൊരു വ്യക്തി, അല്ലെങ്കിൽ ഒരു നുണ പറഞ്ഞൊരു വ്യക്തി, അങ്ങനെ എന്ത് പറഞ്ഞാലും നുണ പറയുന്നൊരു വ്യക്തി എന്ന് കരുതുക. ഇത് വ്യക്തി 5 കൊല്ലം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇതിപ്പം തെറ്റാണെന്ന് മനസ്സിലായി, തെറ്റങ്ങ് ഉപേക്ഷിച്ചു, പാപമോചനം നേടി. പക്ഷെ പിറ്റേ ദിവസവും ഈ ആൾക്ക് ആ പാപത്തിനുള്ള താല്പര്യം ഉണ്ടാകുകയില്ല എന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല. അപ്പം കർത്താവിനോട് ഏറ്റു പറഞ്ഞു, കർത്താവ് പാപം മോചിച്ചു എന്ന് കരുതി. പാപം മോചിച്ചു, പാപത്തിൻ്റെ കുറ്റം, ഗിൽറ്റ് ഓഫ് സിൻ, അതാണ് കത്തോലിക്ക സഭയുടെ മതബോധനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം. അതായത് ഗിൽറ്റ് ഓഫ് സിൻ എന്ന് പറയുന്നത് പാപത്തിൻ്റെ കുറ്റം മാറി. അപ്പോൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഒരു വ്യക്തിക്ക് നിത്യശിക്ഷ റദ്ദാക്കപ്പെട്ടു, നരകം റദ്ദാക്കപ്പെട്ടു. നല്ല കാര്യമാണ്, അതൊരു വലിയ കാര്യവുമാണ്. അപ്പം അതുകൊണ്ട് എന്ത് പറ്റുന്നു? മാരകഭാവം ചെയ്ത വ്യക്തി ദൈവത്തോട് അനുനന്ദനപ്പെട്ടെങ്കിൽ ആ വ്യക്തി ആ ദൈവത്തോട് അനുനന്ദനപ്പെട്ട് ആ പാപത്തെ ഉപേക്ഷിച്ച് ആ പാപത്തെ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടിയെങ്കിൽ ആ വ്യക്തി ഇനി നരകത്തിൽ പോകുമെന്ന് സംശയിക്കേണ്ട കാര്യമില്ല, ഒരിക്കലും പോകുകയില്ല. പക്ഷേ വീണ്ടും ബാക്കി നിൽക്കുകയാണ് പാപത്തിൻ്റെ കാലിക ശിക്ഷ എന്ന് പറയുന്നത്. ടെമ്പററി പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്, കാലിക ശിക്ഷ എന്ന് വിളിക്കുന്ന അനുഭവം ആത്മാവിൽ കുടികൊള്ളുന്ന അനുഭവമാണ്. അതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. എന്താ കാര്യം എന്നറിയാമോ? ഈ ടെമ്പററി പണിഷ്മെൻ്റ് അല്ലെങ്കിൽ കാലിക ശിക്ഷ എന്ന് പറയുന്നത്, പാപത്തിൻ്റെ ഫലമായുള്ള ഈ കാലിക ശിക്ഷ എന്ന് പറയുന്നത് പാപത്തോടുള്ള ഈ പ്രൊപ്പൻസിറ്റിയാണ്, പാപത്തോടുള്ള ആ താല്പര്യമാണ്, ചായ്വാണ്. ഈ പാപത്തോടുള്ള ചായ്വ് അതെങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് പാപം ചെയ്ത് നമുക്ക് അതിനോട് ചായ്വുണ്ടായതാ. ഉദാഹരണത്തിന് വ്യഭിചാരം ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നുണ പറഞ്ഞ വ്യക്തി
കുറേ കാലം അങ്ങനെ പറഞ്ഞു, അവസാനിപ്പിച്ചെങ്കിലും പിറ്റേ ദിവസം ദൈവത്തോട് അന്വേഷണപ്പെട്ടു, ദൈവത്തോട് മാപ്പ് ചോദിച്ചു. പിറ്റേ ദിവസവും നുണ പറയാനുള്ള ടെൻഡൻസി ഉണ്ട്. നുണ പറയാനുള്ള ടെൻഡൻസി അദ്ദേഹത്തിൻ്റെ ആത്മാവിലുണ്ടാവും, പക്ഷെ പറയുന്നില്ല. കുടിച്ച വ്യക്തി, മദ്യപിച്ച് നിന്ന വ്യക്തി പിറ്റേ ദിവസവും മദ്യപിക്കാനുള്ള താല്പര്യം, ഇഷ്ടമൊക്കെ മനസ്സിലുണ്ട്. അത് മാറിയിട്ടില്ല പൂർണ്ണമായിട്ടും. അതും പൂർണ്ണമായിട്ട് മാറണം. വ്യഭിചരിച്ചിരുന്ന വ്യക്തി, ആ വ്യഭിചാരത്തിൻ്റെ സുഖം, ലൈംഗികമായിട്ടുള്ള സന്തോഷത്തിൻ്റെ സുഖത്തിൻ്റെ മേഖല അത് ഉള്ളിൽ കിടപ്പുണ്ട്. അത് പൂർണ്ണമായിട്ട് പോയിട്ടില്ല. അപ്പം ഈ ചെയ്ത തെറ്റ് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പാപമോചനം നേടിക്കഴിഞ്ഞാലും അതിനുശേഷവും വീണ്ടും ബാക്കി നിൽക്കുന്നതാണ് ഈ പാപത്തോടുള്ളൊരു താല്പര്യം. ഇതിന് ഗ്രീക്കിൽ വിളിക്കുന്ന പേര് കൊയിനോൺ എന്നാണ്. കൊയിനോൺ. ഇത് ആഴമായി നമ്മൾ ധ്യാനിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ. ഇതിനെ കൊയിനോൺ എന്നാണ് വിളിക്കുന്നത്. ബൈബിളിൽ ഈ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് അശുദ്ധമായ ഒന്നും അതിൽ പ്രവേശിക്കില്ല എന്നാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാൻ അശുദ്ധമായി ഒന്നിനും സാധിക്കില്ല എന്ന 21-ാം അധ്യായത്തിൽ വെളിപാട് 21-ന്റെ-26 നത്തിങ് 27-ാമത്തെ വചനം, നത്തിങ് അൺക്ലീൻ ക്യാൻ എൻ്റർ ഇൻടു ഇറ്റ് എന്നാണ്. അൺക്ലീൻ, അശുദ്ധമായ ഒന്നിനും സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. ചിലരൊക്കെ പറയാറുണ്ട്, ദൈവം അത്രയും നോക്കിക്കൊണ്ടൊന്നിരിക്കുന്ന ആളല്ലല്ലോ, ദൈവം ഇങ്ങനെ മെറ്റിക്കുലസ് ആയിട്ടുള്ള മനുഷ്യൻ്റെ ചെറിയ ചെറിയ തെറ്റുകളും നോക്കും. ദൈവം നോക്കിയല്ല, പക്ഷേ നമ്മൾ നോക്കിയേ പറ്റൂ. കാരണം അതും നീക്കാതെ ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. കാരണം ചെറിയ അശുദ്ധിയോടുകൂടെ പോലും ഒരു വ്യക്തിക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റിയല്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇവിടെ പറയുന്ന അശുദ്ധമായ ഒന്നിനും, അശുദ്ധം എന്നതിനു വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്കറിയാം അൺക്ലീൻ എന്ന വാക്കാണ്. തമിഴില് തീട്ടുപ്പെട്ടത് എതുവും ഉള്ളേ നുഴയമാട്ടാർകൾ, തമിഴില് തീട്ടുപ്പെട്ടത് എന്നാണ്. അശുദ്ധമെന്ന് മലയാളത്തിൽ ഒക്കെ ഈ പറയുന്ന വാക്കുകളൊന്നും ഇതിൻ്റെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൊയിനോൺ എന്ന വാക്കിൻ്റെ അർത്ഥം സൂചിപ്പിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഗ്രീക്കിലെ കൊയിനോൺ എന്ന വാക്കിൻ്റെ അർത്ഥം എവറി കൈൻഡ് ഓഫ് സ്പിരിച്വൽ കറപ്ഷൻ ഇസ് കോൾഡ് കൊയിനോൺ. ആത്മീയമായിട്ടുള്ള ഓരോ സ്പിരിച്വൽ കറപ്ഷൻ, ആത്മീയ മേഖലയിൽ, അതായത് ശാരീരികമായി ചെയ്തുകൊണ്ടിരുന്ന പാപമൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷവും ആത്മാവിൽ അതുണ്ടാക്കിയ പാടുകളുണ്ട്, കറകളുണ്ട്. അതിനെയാണ് പാപത്തിൻ്റെ ശിക്ഷ, പാപത്തിൻ്റെ അവശിഷ്ടം എന്നൊക്കെ വിളിക്കുന്നതെന്നാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നത്. ജോൺ പോൾ പാപ്പ ഇതിനെക്കുറിച്ച് സുന്ദരമായിട്ട് വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെയും കാറ്റഗിസത്തിലും ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെയും ബെനഡിക്ട് മാർപ്പാപ്പയുടെയും ഒക്കെ പല എഴുത്തുകളിലും ചാക്രിക ലേഖനങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ചുരുക്കം ഞാൻ നിങ്ങളോട് പറയുന്നുവെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയുടെ ഈ ആത്മാവിലെ പാപത്തിൻ്റെ അവശിഷ്ടം എന്നാണ് ജോൺ പോൾ പാപ്പ അതിനെ വിളിക്കുന്നത്. റെമനന്റ് ഓഫ് സിൻ എന്ന് പറയുന്നത്, ഡെറ്റ് ഓഫ് സിൻ, പാപത്തിൻ്റെ കടം എന്നൊക്കെ വിളിക്കുന്നത് ഈ പാപത്തിൻ്റെ കാലിക ശിക്ഷയെ വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ആത്മാവിൽ പതിഞ്ഞ ഈ കാലിക ശിക്ഷ ഈ ഭൂമിയിൽ വെച്ച് നീക്കിക്കളയാൻ പറ്റാതെ പോയ ആത്മാക്കൾ, അത് ചിലപ്പോൾ ദീർഘമായ കാലഘട്ടങ്ങൾ അത് ചെയ്യേണ്ടതുണ്ടാകാം. ഈ ഭൂമിയിൽ വെച്ച് ബുദ്ധിപൂർവ്വം നോക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അതൊക്കെ ഒഴിവാക്കി പോകാമായിരുന്നു. പക്ഷെ അതിന് പറ്റാതെ പോയ ആത്മാക്കളുണ്ടാകാം. അപ്പം അങ്ങനെ മരണമടഞ്ഞവർ ഈ ദൈവത്തിൻ്റെ നീതിയായ ആ കാലിക ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട കാര്യം. അപ്പം ഈ നവംബർ മാസത്തിലെ പ്രത്യേകമായ ഈ ഒരു ആചരണം മരിച്ചവർക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവർക്ക് ഗുണകരമായത് എന്നത് അതുകൂടെ നമ്മൾ പ്രധാനമായിട്ടും അതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്താണ്? ഇതാണ് നമ്മുടെ കാര്യം, ഇത്രയേ ഉള്ളൂ. അവരുടെ ശിക്ഷാകാലാവധി പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ കുറച്ചു കൊടുക്കാനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതും നമുക്ക് സഹായിക്കും. അതിന് പണമോ അതൊന്നുമല്ല ആവശ്യം. ചിലർ ഇതിനെ വിമർശിക്കുന്നവർ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എൻ്റെ ഫേസ്ബുക്കിൽ ആരോ വന്ന് ഞാൻ ഇതിനെക്കുറിച്ച് എന്തോ ഒരു വീഡിയോ ഇട്ടപ്പോൾ
ഫേസ്ബുക്കിലോ അല്ലോ അതോ യൂട്യൂബ് ചാനലിലോ അതോ ഇട്ടപ്പോൾ ആരോ അടിയിൽ വന്ന് ചോദിച്ചു, പൈസ കൊടുത്താൽ തീരുന്ന കാര്യമുള്ളോ ഇതെന്ന്. വളരെ തെറ്റിദ്ധാരണപരമായ ഒരു ചിന്തയാണത്. പൈസ കൊടുത്തല്ല ആത്മാവിൻ്റെ കടങ്ങളും കറകളും ഒക്കെ നീങ്ങുന്നത്. പക്ഷേ പൈസ ഉപയോഗിച്ച് ചിലപ്പോൾ ബുദ്ധിപൂർവം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്യാം. ഉദാഹരണത്തിന് വിശുദ്ധ കുർബാന അർപ്പണം തന്നെ. വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിന് നമുക്കറിയാം, അതിന് നിസ്സാരമായ നമ്മുടെ സമർപ്പണത്തിൻ്റെ അടയാളമായ ആ കുർബാനക്കാശ് എന്ന് പറയുന്നത് അത് പൈസ കൊടുത്ത് ആത്മാവിനെ രക്ഷിക്കുന്നതല്ല, പക്ഷേ അതിലൂടെ ആത്മാവ് രക്ഷപ്പെടാം. വിശുദ്ധ പീറ്റർ ഡാമിയൻ എന്ന് പറയുന്ന ഒരു വലിയ മഹാവിശുദ്ധനുണ്ട്. അദ്ദേഹം കാർഡിനലായിരുന്നു. അദ്ദേഹം സഭാ പിതാവാണ്, സഭയുടെ വലിയൊരു പിതാവാണ്. അദ്ദേഹം നന്നേ ചെറുപ്പത്തിൽ തന്നെ അനാഥനായി തീർന്നൊരു ഒരു ഒരു വിശുദ്ധനായിരുന്നു. 8 വയസ്സായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും ഒക്കെ മരിച്ച് അദ്ദേഹം വളരെ ദുരിതം നിറഞ്ഞൊരു കുടുംബത്തിൽ അദ്ദേഹം ജീവിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ തന്നെ അദ്ദേഹത്തോട് വളരെ ക്രൂരമായി പെരുമാറി. അദ്ദേഹത്തെ സ്കൂളിലൊന്നും വിട്ടില്ല. പക്ഷേ നല്ല ബ്രില്യൻ്റായ, നല്ല പഠിക്കുന്ന, നല്ല ബുദ്ധിമാനായ കുട്ടിയായിരുന്നെങ്കിലും അവനെ സ്കൂളിൽ വിട്ടില്ല. അങ്ങനെയൊക്കെ അവൻ വിഷമിച്ച് കഴിയുന്ന സമയത്ത് അവൻ്റെ തന്നെ ബന്ധത്തിൽപ്പെട്ട ഒരു അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേരും പീറ്റർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽപ്പെട്ട ഈ അച്ഛൻ ഇവൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവൻ്റെ ഈ ദുരിതം നിറഞ്ഞ അവസ്ഥയൊക്കെ കണ്ടു. അപ്പോൾ ഉടനെ അവനെ എന്ത് ചെയ്തു? അവനെ എടുത്തുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവനെ നന്നായിട്ട് പഠിക്കാനായിട്ട് സ്കൂളിൽ വിട്ടു. അതിനുശേഷം സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് അവൻ ഫ്രാൻസിലുള്ള സോബോൺ യൂണിവേഴ്സിറ്റിയിൽ അവൻ ഡിഗ്രി പഠിക്കാനായിട്ട് പോയി. ഡിഗ്രി പഠിച്ച് അവൻ അവിടുന്ന് വളരെ ഉന്നതമായ നിലയിൽ പാസ്സായി. അങ്ങനെ പാസ്സായി കഴിഞ്ഞ് പിന്നീട് അവന് ഒരാഗ്രഹം, വൈദികനാകണം. അവൻ ബെനഡിക്റ്റിൻ സഭയിൽ ചേർന്നു. അങ്ങനെ സഭയിൽ ചേർന്ന് അവിടുത്തെ ആബട്ടായി. 30 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് അവിടുത്തെ ആബട്ടായി. അതിനുശേഷം അദ്ദേഹം 5 മാർപ്പാപ്പമാരുടെ ഉപദേശകനായി. അദ്ദേഹത്തെ മെത്രാനാക്കി, മാർപ്പാപ്പയാക്കി. അങ്ങനെ മരിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ പീറ്റർ ഡാമിയൻ. ഈ പീറ്റർ ഡാമിയൻ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മാറ്റം എവിടെ നടന്നു, ഇദ്ദേഹത്തിൻ്റെ പരിതാപകരമായ ജീവിതാവസ്ഥയിൽ നിന്ന് അനുഗ്രഹീതമായ ഒരു ജീവിതത്തിലേക്ക് മാറിയത് എപ്പോഴാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ സ്വന്തം കസിൻ സഹോദരനായ ഫാദർ പീറ്റർ ഇദ്ദേഹത്തെ വന്ന് കണ്ടതും ഇദ്ദേഹത്തെ കൊണ്ട് വീട്ടിലേക്ക് പോയതുമായ സംഭവം നടക്കുന്ന സമയത്ത് നടന്നൊരു കാര്യം, ഈ കൊച്ച് 8 വയസ്സായ ഇവൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഫ്രാങ്ക്, അത് അന്നത്തെ ഫ്രാൻസിലെ നാണയമാണ് ഫ്രാങ്ക്, ഒരു ഫ്രാങ്ക് വഴിയിൽ വെച്ച് ആരുടെയോ കയ്യിൽ നിന്ന് വീണ് കളഞ്ഞ 1 രൂപ കിട്ടി. ഇവൻ എന്ത് ചെയ്തു? അത് എൻ്റെ ഉടമസ്ഥന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവൻ ഈ കാശ് കൊണ്ടുപോയി വികാരിയച്ഛൻ്റെ കൈ കൊണ്ടുപോയി കൊടുത്തു. വികാരിയച്ഛൻ്റെ കൈ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, എടാ മോനെ, നീ ഒരു കാര്യം ചെയ്യേ, നിൻ്റെ അപ്പനും അമ്മയും മരിച്ചു പോയതല്ലേ, നീ ഈ കാശ് ഉപയോഗിച്ച് നിൻ്റെ അപ്പനും അമ്മയ്ക്കും വേണ്ടി നീ ഒരു കുർബാന ചൊല്ലിക്കുക. അങ്ങനെ അവൻ ഈ കാശ് കൊണ്ട് അപ്പൻ്റെയും അമ്മയുടെയും മരിച്ചുപോയ അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി ഒരു കുർബാന അർപ്പിച്ചു. ഈ കുർബാന അർപ്പിച്ച് ഉടനെ തന്നെ ആണ് വളരെ ക്ലേശകരമായ ജീവിതത്തിലൂടെ ക്രൂരത അനുഭവിച്ചുകൊണ്ട് സ്വന്തം സഹോദരൻ്റെ ക്രൂരത അനുഭവിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന പീറ്റർ ഡാമിയൻ്റെ ജീവിതത്തിൻ്റെ ഭാഗധേയം മാറി മറിഞ്ഞത്. ഉടനെ തന്നെ ഈ കുർബാന അർപ്പിച്ച് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ അച്ഛൻ വരുന്നതും അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതും പഠിപ്പിക്കാൻ വിടുന്നതും പഠിപ്പിക്കുന്നതും പിന്നീട് വൈദികനായി, മെത്രാനായി, അദ്ദേഹം കർദിനാളായി, വിശുദ്ധനായി, സഭാപിതാവായി ഇന്ന് സഭയിൽ ഓർമ്മിക്കപ്പെടുന്ന മഹാവിശുദ്ധനായ വിശുദ്ധ പീറ്റർ ഡാമിയൻ. അപ്പം മരിച്ചവർക്ക് വേണ്ടി അർപ്പിക്കുന്ന ഓരോ ബലിയും കുർബാന, വിശുദ്ധ കുർബാന, അതിന് വലിയ അർത്ഥമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഇതൊക്കെ അർത്ഥമുണ്ട്, വിശ്വസിക്കാത്തവന് ഇതൊക്കെ അർത്ഥരഹിതമായി പോകാം. അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് ഈ മരിച്ചവർക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവർക്ക് വേണ്ടി കുർബാനകൾ അർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ എന്നെ ഒരു അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഏതോ കഴിഞ്ഞ ദിവസങ്ങളിലെ ഏതൊക്കെ ഓരോ വീഡിയോ കണ്ടിട്ടാണ്. ഞാൻ ചില വീഡിയോസൊക്കെ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് 5 മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോസ് ഇടാറുണ്ട്, കാരണം ആളുകൾക്ക് വ്യക്തത കിട്ടാൻ വേണ്ടിയുള്ള കാര്യമായിട്ട്. അപ്പം അത് കണ്ട ഒരു അച്ഛൻ പറഞ്ഞു,
അച്ഛൻ ഈ പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും അച്ഛന്മാരുടെയും സഭയുടെയും വയറ്റിപ്പഴുപ്പിന് വേണ്ടി കുർബാനക്കാശ് കൊടുക്കുക എന്നാ പറയുന്നതായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛോ, അത് വിശ്വാസമില്ലാത്തവന് ഇതെന്തും പറയാം. കുർബാനക്കാശ് കൊടുത്തെന്ന് കരുതി ഇവിടെ വയറ്റിപ്പഴപ്പിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇതിൻ്റെ പിന്നിലുള്ള ആഴമായ ഈ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയാതെ വെറും പുറം തലത്തിൽ മാത്രം ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ വിശ്വാസികളോടാണല്ലോ ഈ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടെ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി കുർബാനകൾ അർപ്പിക്കുക. അത് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ്. മരിയാസിമ്മ എന്ന് പറഞ്ഞ് ഒരു വിശുദ്ധയായ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. 2004 അവർ മരിച്ചു. ഓസ്ട്രിയയിലാണ് അവർ ജീവിച്ചിരുന്നത്. അവർക്ക് 1946 മുതൽ അവർക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളുടെ സന്ദർശനം ധാരാളമായിട്ടുണ്ടായ ഒരു വ്യക്തിയാണ്. അത് സഭ ഔദ്യോഗികമായിട്ട് തന്നെ ഓസ്ട്രിയൻ സഭയും അവളുടെ ആത്മീയ പിതാവായ മെത്രാൻ തന്നെയും അത് ശരിയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവൾക്ക് ധാരാളം പേര്, വിശുദ്ധ പാദ്രേ പിയോയെ പോലെ തന്നെ അവൾക്ക് ധാരാളം ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾ സന്ദർശിച്ച് അവളോട് പ്രാർത്ഥന ചോദിച്ച കാര്യങ്ങൾ അവൾ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവൾ പറയുന്ന കാര്യം, അവളോട് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഏറ്റവും നല്ല ഒരു സഹായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, അത് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം വിശുദ്ധ കുർബാന തന്നെയാണ് എന്നാണ്. കാരണം നമ്മുടെ കർത്താവായ ഈശോ കാൽവരിയിൽ അർപ്പിച്ച ബലിയിലൂടെ അവിടുന്ന് ചെയ്ത പരിഹാരത്തെ, ആ പരിഹാരത്തോട് ചേർന്ന് നമ്മളും ഇന്ന് ബലിയർപ്പിച്ച് ഒരാത്മാവിന് വേണ്ടി ബലിയർപ്പിക്കുമ്പോൾ ഈ ആത്മാവിന് ഈ കുരിശിലെ പരിഹാരം നേടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് മരിയാസിമ്മ പറയുന്നത്. വിശുദ്ധ പാദ്രേ പിയോയുടെയൊക്കെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ശുദ്ധീകരണാത്മാക്കൾ നമ്മളും എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഞാൻ കുറേ സംഭവങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ പാദ്രേ പിയോയുടെയൊക്കെ ജീവിതത്തിൽ അദ്ദേഹത്തെ കാണാൻ വന്ന ചില ആത്മാക്കളുടെ അനുഭവങ്ങളൊക്കെ ഞാൻ അതിൽ പലതും കൊടുത്തിട്ടുണ്ട്. ആ ആത്മാക്കൾ പലരും ഈ വിശുദ്ധനെ കാണാൻ വരുമ്പോൾ, വിശുദ്ധനെ സന്ദർശിക്കാൻ വരുമ്പോൾ അവരെല്ലാം ചോദിക്കുന്ന ചോദ്യം എന്നാണെന്നറിയോ? എന്നാണ്ട് വിശേഷമൊന്നും, ഈ നാട്ടിലെ വിശേഷമൊന്നും അല്ല ചോദിക്കുന്നത്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ സന്ദർശന സമയത്ത് വിശുദ്ധരായവരോട് ചോദിക്കുന്നതൊക്കെ അവരൊരു കുർബാനയുടെ കാര്യമാണ്. എനിക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലണം, അല്ലെങ്കിൽ 3 കുർബാനകൾ അർപ്പിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും ദാഹിക്കുന്നതും നമ്മൾ ഈ ഭൂമിയിൽ അർപ്പിക്കുന്ന കുർബാനകളാണ്. അതിനുവേണ്ടിയാണ് വിശുദ്ധ പാദ്രേ പിയോ പറയുന്നത്, അദ്ദേഹം തന്നെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുർബാനയുടെ യോഗ്യതകൾ സ്വീകരിക്കാൻ, ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ അനേകം ആത്മാക്കൾ വരുന്നുണ്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ കുർബാനയിലും അതുപോലെ തന്നെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലെ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, 100 കണക്കിന് ആത്മാക്കളാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ചോദിച്ച്, പ്രാർത്ഥന എന്നാൽ പ്രധാനമായും വിശുദ്ധ കുർബാനയാണ്, എന്നെ ഒരു വിശുദ്ധ കുർബാനയിൽ ഓർക്കണം എന്ന് പറഞ്ഞൊക്കെ ചോദിച്ച് ആത്മാക്കൾ വരുന്നതൊക്കെ കണ്ടാൽ നമ്മുടെ ഹൃദയം പോലും തകർന്നു പോകും. ഒരിക്കലൊരു സന്യാസിയുടെ ആത്മാവ് വിശുദ്ധ പാദ്രേ പിയോയെ കാണാൻ വേണ്ടി സന്ദർശിച്ചു. അപ്പോൾ അദ്ദേഹം ശുദ്ധീകരണ സ്ഥലത്തിലാണ് എന്നുള്ളതിൻ്റെ സൂചനകൾ വിശുദ്ധ പാദ്രേ പിയോയ്ക്ക് കിട്ടി. അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പാദ്രേ പിയോ ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? ഉടനെ ആത്മാവ് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു ബലി അർപ്പിക്കണം. ഉടനെ പാദ്രേ പിയോ പറഞ്ഞു, നാളെ ഞാൻ അർപ്പിക്കുന്ന കുർബാനയിൽ ഞാൻ നിന്നെ ഓർത്തോളാം എന്ന് പറഞ്ഞു. ഉടനെ ഒരു നെടുവീർപ്പും കരച്ചിലും കേട്ടുവെന്നാണ് പാദ്രേ പിയോ പറയുന്നത്. പാദ്രേ പിയോയുടെ ജീവിതത്തെ തന്നെ അത് വളരെ ഹൃദയത്തെ ഒത്തിരിയേറെ സ്പർശിച്ചു. കാരണം പിന്നെ കേട്ട ശബ്ദം ഇങ്ങനെയാണ്, ഇനിയും ഒരു ദിവസം കൂടെ ഞാൻ ഈ സഹനത്തിൻ്റെ അഗ്നിയിൽ കഴിയണമല്ലോ എന്നൊരു കരച്ചിലാണ്. ഒരു ദിവസം കൂടെ. എന്നിട്ട് പാദ്രേ പിയോ പറയുന്നത്, ഞാൻ അദ്ദേഹത്തെ ഒരു ദിവസം കൂടെ ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനത്തിന് ഞാൻ വിധിച്ചല്ലോ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്?
നമ്മളൊക്കെ പ്രാർത്ഥിക്കാതെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒഴിവാക്കി വിട്ട ഓരോ ദിവസവും നമ്മുടെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആവശ്യമായ ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ അവരെ വേദനയ്ക്ക് വിട്ടുകൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ആഴം മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ തീഷ്ണതയോടെ ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകൾ വളരെ വളരെ വിലയുള്ളതാണ്. അതവർക്ക് ഒത്തിരി ഉപകാരം ഉള്ളതുമാണ്. അവരുടെ ആത്മാക്കളുടെ മോചനത്തിന് സഹായിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന ഗ്രിഗോറിയൻ കുർബാന എന്ന് പറയുന്നത്. ഗ്രിഗോറിയൻ കുർബാന എന്ന് പറയുന്നത് ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്ന് വഴക്കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗ്രിഗോറിയൻ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ചെല്ലണം എന്നൊക്കെ പറഞ്ഞ്. അത് സഭയുടെ കാനൻ ലോയും അതുപോലെ തന്നെ കാറ്റഗിസും ഒക്കെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ സഭയുടെ കൃത്യമായി പറഞ്ഞുള്ളതാണ്. ഗ്രിഗോറിയൻ കുർബാന എന്ന് പറയുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയാണ്. അത് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല. മരണമടഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതാണ് ഗ്രിഗോറിയൻ കുർബാന. അപ്പോൾ ഈ ഗ്രിഗോറിയൻ കുർബാന അത് മരിച്ചവരെ ഒത്തിരി സഹായിക്കുന്ന കുർബാനയാണ്. അപ്പോൾ അവിടെ ഓർക്കണം, ഈ 30 കുർബാനകൾ തുടർച്ചയായി ഒരേ നിയോഗത്തോടെ വൈദികൻ ചൊല്ലുമ്പോഴാണ് അത് ഗ്രിഗോറിയൻ കുർബാനയാകുന്നത്. അത് ഗ്രിഗോറിയൻ കുർബാന എന്ന് പറഞ്ഞ് അത് പ്രത്യേകമായിട്ട് തന്നെ അത് അർപ്പിക്കപ്പെടുന്ന കുർബാനയാണത്. സാധാരണ കുർബാന തന്നെ, പക്ഷേ അത് ഒരേ അൾത്താര അല്ലെങ്കിൽ ഒരേ നിയോഗത്തോടെ ഒരു വൈദികൻ തന്നെ ചൊല്ലുന്ന ഒരു കുർബാനയാണത്. അതിപ്പോൾ എല്ലാ വൈദികർക്കും ഒന്നും ചെല്ലാൻ പറ്റിയെന്ന് വരികയല്ല. കാരണം അതിനിടയിൽ വേറെ നിയമങ്ങളൊക്കെ വന്നാൽ ഗ്രിഗോറിയൻ കുർബാന മുറിഞ്ഞു പോകാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള കുർബാനയാണ് അത്. പക്ഷേ ഈ 30 കുർബാനകൾ പ്രകാരം അർപ്പിക്കുന്ന കുർബാനകൾ ആത്മാക്കൾക്ക്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വളരെയേറെ സഹായം ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളത് ചരിത്രം പഠിപ്പിക്കുന്ന കാര്യമാണ്. AD 590 മുതൽ 614 വരെ സഭയെ നയിച്ച മാർപ്പാപ്പയാണ് മഹാനായ വിശുദ്ധ ഗ്രിഗറി. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, സഭാപിതാവ് ആണ്. ഫാദേഴ്സ് ഓഫ് ദ ചർച്ചിൽപ്പെടുന്ന വലിയ മഹാവിശുദ്ധനാണ് ഈ ഗ്രിഗറി പിതാവ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഗ്രിഗോറിയൻ കുർബാന അറിയപ്പെടുന്നതെങ്കിലും അദ്ദേഹമല്ല അത് തുടങ്ങിയത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 5-6 നൂറ്റാണ്ടിന് മുമ്പും ഈ ഗ്രിഗോറിയൻ കുർബാന അല്ലെങ്കിൽ ഈ 30 കുർബാനകൾ അർപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു എന്നുള്ളത് ഇതിൻ്റെ സാധുതയെ ഉറപ്പിക്കുന്ന കാര്യമാണ്. അദ്ദേഹം മാർപ്പാപ്പയായിരുന്ന കാലഘട്ടത്തിൽ ജസ്റ്റസ് എന്ന് പറയുന്ന ഒരു സന്യാസി, അദ്ദേഹം എന്തോ തോന്നിവാസം കാണിച്ചപ്പോൾ അദ്ദേഹത്തെ മാർപ്പാപ്പ തന്നെ ശിക്ഷിച്ചു. അദ്ദേഹത്തെ വിലക്കി അദ്ദേഹം തൻ്റെ വീട്ടിൽ തന്നെ കഴിയേണ്ടി വന്നു. അങ്ങനെ വീട്ടിൽ കഴിയേണ്ടി വന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പെട്ടെന്ന് രോഗിയായി മാറി. അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിരുന്നത് ജസ്റ്റസിൻ്റെ സഹോദരനായ ഫിഷഗ്വരൻ കൂടിയായ സഹോദരനാണ്. അങ്ങനെ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ സന്യാസി മരിച്ചുപോയി. ജസ്റ്റസ് എന്ന് പറയുന്ന ആൾ മരിച്ചു എന്നറിഞ്ഞപ്പോൾ മാർപ്പാപ്പ ശിക്ഷിച്ച ആളാണല്ലോ, അദ്ദേഹം വിശുദ്ധനായ ഒരാളായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ജസ്റ്റസിൻ്റെ ആത്മാവിന് വേണ്ടി കുർബാന അർപ്പിക്കാൻ തുടങ്ങി മാർപ്പാപ്പ. 30 കുർബാനകൾ അദ്ദേഹം അർപ്പിച്ചു. 30 കുർബാനകൾ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജസ്റ്റസിൻ്റെ സഹോദരനായ ഫിഷഗ്വരനായ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മാർപ്പാപ്പയെ സന്ദർശിക്കാൻ വന്നിട്ട് പറഞ്ഞു, പിതാവേ, ഇന്നലെ 31-ാം ദിവസം പറയുന്നു, ഇന്നലെ എൻ്റെ സഹോദരൻ, മരിച്ചുപോയ എൻ്റെ സഹോദരൻ എനിക്ക് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം ഇന്ന് സ്വർഗത്തിലേക്ക് ഞാൻ പോവുകയാണ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴാണ് മഹാനായ വിശുദ്ധ ഗ്രിഗറിക്ക് ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലായി. താൻ 30 കുർബാനകൾ അർപ്പിച്ചതിൻ്റെ അവസാനമാണ് ഈ ഒരു സംഭവം നടന്നതെന്നുള്ളത് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം ഈ 30 കുർബാനകൾ ചൊല്ലുന്ന പതിവ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് അതിനെ ഗ്രിഗോറിയൻ കുർബാന എന്ന പേര് തന്നെ ആ കുർബാനയ്ക്ക് വന്നത്. അപ്പോൾ ഈ ഗ്രിഗോറിയൻ കുർബാന മരിച്ചവർക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അർപ്പിക്കുമ്പോൾ അത് വളരെ അവർക്ക് ഫലം ചെയ്യും. പക്ഷെ ഇവിടെ ഓർക്കേണ്ട കാര്യം, ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ഒരു ആത്മാവിന് വേണ്ടി ഇതൊക്കെ ചെല്ലിയാലും, കുർബാനകൾ അർപ്പിച്ചാലും, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഈ ഗ്രിഗോറിയൻ കുർബാന അർപ്പിച്ചാലും, ദണ്ഡവിമോചനങ്ങൾ സ്വീകരിച്ചാലും, അവർക്ക് വേണ്ടി നമ്മൾ ദാനധർമ്മം എന്തെല്ലാം ചെയ്താലും, ഇതൊക്കെ സ്വീകരിക്കാൻ പറ്റിയ ഒരു ആത്മീയ സ്ഥിതിയിലാകണം ഈ ആത്മാവ്. അങ്ങനെയാണെങ്കിലാണ് ഇതൊക്കെ അത്രയും ഗുണം ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പതുക്കെ അതിൻ്റെ അല്പമൊക്കെ ഗുണമേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയുന്നത് വിശുദ്ധ ആഗസ്തീനോസാണ്.
സഭാപിതാവും ദൈവശാസ്ത്രജ്ഞനുമായ വിശുദ്ധ ആഗസ്തീനോസ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തി ഈ ജീവിച്ചിരുന്ന കാലത്ത് മരണത്തിന് ശേഷം ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന ഭക്തകൃത്യങ്ങളോ വിശുദ്ധ കുർബാനകളോ അവയുടെ ഫലങ്ങൾ തനിക്ക് ഉതകുന്നതല്ല എന്ന മട്ടിലാണ് ജീവിച്ചതെങ്കിൽ അവർക്ക് അതിൻ്റെ ഫലങ്ങൾ അത്ര അധികമായി കിട്ടുകയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ സൂചന മനസ്സിലായില്ലേ? ഒരു വ്യക്തി ജീവിച്ചിരുന്ന കാലത്ത് മരണത്തിന് ശേഷം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന മട്ടിൽ ജീവിച്ചാൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ, അത് ഗ്രിഗോറിയൻ കുർബാനയില്ലാലും ശരി, എന്തെല്ലാം ചെയ്താലും ശരി, അവർക്ക് ചിലപ്പോൾ ഇതൊന്നും ഉപകാരപ്പെട്ടില്ല എന്ന് വന്നേക്കാം. ഇതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പറയാനാണെങ്കിൽ ധാരാളമുണ്ട്, ഞാനതൊക്കെ ചുരുക്കുകയാണ്. അപ്പോൾ സൂചന ഇത്രയേ ഉള്ളൂ, പറഞ്ഞതിൻ്റെ സൂചന ഇത്രയേ ഉള്ളൂ. നമ്മൾ അർപ്പിക്കുന്ന കുർബാനകളും നമ്മൾ അവർക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി അർപ്പിക്കുന്ന കുർബാനകൾ, അത് ഒന്നോ രണ്ടോ കൊണ്ടൊന്നും അവസാനിപ്പിക്കരുത്. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ, ഒരുപക്ഷെ അവർ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഇതൊക്കെ ലഭിക്കാൻ, സ്വീകരിക്കാൻ പറ്റിയ വിധത്തിലാണോ അവരുടെ ആത്മാവിൻ്റെ അവസ്ഥയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മരിയാസിമ്മ പറയും, ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ വിശുദ്ധ കുർബാനയോട് സ്നേഹവും വിശുദ്ധ കുർബാനയിൽ വിശ്വാസവും അതുപോലെ തന്നെ അടിക്കടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് മരിച്ചതെങ്കിൽ അവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുമ്പോൾ ആ കുർബാനയുടെ ഫലം ഈ ആത്മാവിന് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും എന്നുള്ളതാണ്. അതേസമയം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ കുർബാനയിലും വിശ്വാസമില്ല, പള്ളിയിൽ പോകുമില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ ജീവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് വേണ്ടി അർപ്പിക്കുന്ന കുർബാനകളുടെ ഫലം അവർക്ക് കിട്ടാനായിട്ട് താമസിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ദീർഘകാലം നമ്മൾ ചിലപ്പോൾ കുർബാനകളും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്യേണ്ടി വരും എന്നതാണ് സൂചന. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് നിർത്തുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യാതെ ദീർഘകാലം നമുക്ക് തുടരാം. നമുക്ക് ജീവനുള്ളിടത്തോളം കാലം നമ്മുടെ പ്രിയപ്പെട്ടവരായവർ ഒരിക്കലും അവരുടെ ആത്മാക്കൾ അവർ സഹനത്തിലൂടെ കടന്നു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. നമ്മുടെ അമ്മച്ചി അല്ലെങ്കിൽ അപ്പച്ചൻ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അവിടെയും സ്വാർത്ഥത ഉണ്ടാകരുത്. നമ്മുടെ ഈ ശുദ്ധീകരണത്തിൽ ആത്മാക്കൾക്കുള്ള പ്രാർത്ഥന എന്ന് പറയുന്നതും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാകരുത്, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് സഭാമാതാവ് ഈ നവംബർ മാസം നമുക്ക് തന്നിരിക്കുന്നത്. അനേക ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ശുദ്ധീകരണത്തിൽ ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ഒത്തിരി ആത്മാക്കളുണ്ടാകാം, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. ആരാലും ഓർമ്മിക്കപ്പെടാതെ എത്രയോ ആത്മാക്കളുണ്ട്. യൂറോപ്പിലും നമ്മുടെ നാട്ടിൽ തന്നെയും ഒക്കെ മരിച്ചുപോയ എത്രയോ, നമുക്ക് കുറേ വിശ്വാസമുള്ളവരൊക്കെ ഉള്ള കുടുംബത്തിൽ നിന്നാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന കുറേ പേരെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് വരാം. പക്ഷേ മറ്റാരും മരിച്ചു കഴിഞ്ഞിട്ടും ആരും പ്രാർത്ഥിക്കാനില്ലാതെ എത്രയോ കോടിക്കണക്കിന് ആത്മാക്കളുണ്ടാകാം. കാരണം വിശ്വാസമൊക്കെ ത്യജിച്ചു പോയ കുടുംബങ്ങളൊക്കെ ഇഷ്ടംപോലെ ലോകമെമ്പാടുമില്ലേ. അപ്പം അതുകൊണ്ട് മരണമടഞ്ഞു പോയ അനേകം പേര്, അവർക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ലാതെ പോകുന്ന അനേക ആത്മാക്കളുണ്ട്. അവർക്ക് വേണ്ടിയെങ്കിലും ഈ വിശ്വാസം ലഭിക്കുന്നവർ, ഈ ബോധ്യം ലഭിക്കുന്ന നമുക്കൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണം എന്നുകൂടെ ഈ നിമിഷം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഏതാനും നിമിഷങ്ങൾ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് ഈ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കളെ ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആരാധന ഒരു 20 മിനിറ്റ് നേരമേ ഉണ്ടാകുകയുള്ളൂ. ആ ആരാധനയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമുക്ക് ആ ആത്മാക്കളുടെ കൂട്ടങ്ങളെ ഈശോയുടെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ,
മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരുത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരുത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ, ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ കുയിപ്പേകുന്നു, നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ, ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. സ്വർഗത്തിൻ്റെ നാഥൻ. സ്വർഗത്തിലെത്താൻ ഒരാത്മാവ് പൂർണ്ണ വിശുദ്ധി നേടണം. അത് ഈ ഭൂമിയിൽ വെച്ചും അതിന് സാധിക്കാത്തവർ ശുദ്ധീകരണ അനുഭവത്തിലൂടെ കടന്നുപോയി ശുദ്ധി നേടിയെടുക്കണം. അത് ദൈവത്തിൻ്റെ സ്നേഹത്താലാണ് ഒരാത്മാവ് ശുദ്ധിയാകുന്നത്. ആ ദൈവത്തിൻ്റെ സ്നേഹം എത്രയധികമായി ഒരാത്മാവ് സ്വീകരിക്കുന്നുവോ അതിനനുസരിച്ച് ശുദ്ധി നേടിയെടുക്കുകയാണ്. പത്രോസ്ലീഹ എഴുതുകയാണ്, സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നുവെന്ന്. ലവ് കവേഴ്സ് മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്. നിന്റെ പാപത്തിൻ്റെ കൂമ്പാരങ്ങൾ മുഴുവനും മറയ്ക്കപ്പെടുന്നത് ഈ സ്നേഹ നിറവിലാണ്. എല്ലാ ശിക്ഷകളും മറഞ്ഞു പോകും, കാലിക ശിക്ഷകളെല്ലാം നീങ്ങിപ്പോകും. നിന്റെ ഹൃദയം സ്നേഹ കൂമ്പാരമായി മാറുമ്പോൾ നിന്നെ വേദനിപ്പിച്ചവരോട്, നിന്നെ വെറുക്കുന്നവരോട്, നിന്നെ മുറിപ്പെടുത്തിയവരോട്, നിന്നെ വഞ്ചിച്ചവരോട്, നിന്റെ ജീവിതം നശിപ്പിച്ചവരോട് ഒക്കെ നീ സ്നേഹം പുലർത്തുന്ന, സ്നേഹം നിറയ്ക്കുന്ന അനുഭവമായാൽ ശുദ്ധീകരണമായി എന്നർത്ഥം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുമ്പോൾ സംഭവിക്കുന്നത്. പാപം ഉണ്ടാക്കുന്നത് സ്നേഹത്തിൻ്റെ പൂർണ്ണമായ നാശമാണെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കും. പൂർണ്ണമായി സ്നേഹത്തെ നശിപ്പിക്കുന്നു മാരകപാപം. ലഘുപാപമാകട്ടെ ആ സ്നേഹത്തെ വികൃതമാക്കുന്നു എന്നാണ്, സ്നേഹത്തെ കുറയ്ക്കുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ദൈവത്തോടും സഹചരോടുമുള്ള സ്നേഹത്താൽ നിറയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഒപ്പം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അവരും ഈ ഒരു സ്നേഹം കൊണ്ട് അവരുടെ ഹൃദയം നിറച്ച് അവരുടെ ആത്മാവ് എത്രയും പെട്ടെന്ന് സ്വർഗത്തിലെത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ സ്നേഹം നിറയ്ക്കണമേ എന്ന് നമ്മുടെ ഹൃദയങ്ങളിലും ശുദ്ധീകരണാത്മാക്കളുടെ ആ മേഖലയിൽ അവരുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈരടികളോട് ചേർന്ന് പാടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ ഇവരിൽ അലിവു തോന്നണേ, സ്നേഹമേകണേ നാഥ ശുദ്ധരാക്കണേ. ഈശോയിലേക്ക് കരങ്ങൾ നീട്ടി നമ്മുടെ ആത്മാവിനെയും മരണമടഞ്ഞ് ശുദ്ധീകരണത്തിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. കരുണ തോന്നണേ ഇവരിൽ അലിവു തോന്നണേ, സ്നേഹമേകണേ നാഥ ശുദ്ധരാക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലുക. ഓ ഈശോയെ, ഓ ഈശോയെ, മനുഷ്യകുലം മുഴുവനും രക്ഷിക്കപ്പെട്ട് നിത്യസന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി അങ്ങ് സഹിക്കുകയും മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ മാതാപിതാക്കളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്ത ആത്മാക്കളുടെയും മേൽ അവിടുന്ന് കാരുണ്യം വർഷിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മൾ ഇനിയുള്ള നേരങ്ങളിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ഓരോ കൂട്ടങ്ങളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ഭൂമിയിൽ നിന്ന് മരിച്ചുപോയ, പലവിധങ്ങളിൽ മരിച്ചുപോയവര്, പല തലങ്ങളിൽ മരിച്ചുപോയവര്, പല രീതികളിൽ മരിച്ചവര്, പല ബന്ധങ്ങളിൽ മരിച്ചവർ, അങ്ങനെയുണ്ട്, പലരുമുണ്ട്. നമ്മൾ അവരെ ഓരോരുത്തരെയും ഓരോ കൂട്ടമായി സമർപ്പിക്കുകയാണ്. അപ്പോൾ അവർ സമർപ്പിക്കുമ്പോൾ നമ്മൾ യേശുവേ കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പാടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് ഞാൻ ഓരോ കൂട്ടങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയേണ്ടത് യേശുവേ കരുണയുണ്ടാകണമേ എന്ന് മറുപടിയായി പ്രാർത്ഥിക്കുന്നു. യേശുവേ കരുണയുണ്ടാകണമേ. യേശുവേ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ മരണമടഞ്ഞു പോയ സഹോദരന്മാരുടെ മേലും അടുത്ത ബന്ധുമിത്രാദികളുടെ മേലും യേശുവേ കരുണയുണ്ടാകണമേ. മരണമടഞ്ഞു പോയ ഞങ്ങളുടെ തലതൊട്ടപ്പന്റെയും തലതൊട്ടമ്മയുടെയും മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ ഉപകാരികളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. പാടി പ്രാർത്ഥിക്കാം. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഇവരിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഇവരിൽ കനിയേണമേ. മരണമടഞ്ഞു പോയ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അയൽക്കാരുണ്ട്, സമർപ്പിക്കാം. ഞങ്ങളുടെ സുഹൃത്തുക്കളുടെയും അയൽക്കാരുടെയും മേൽ യേശുവേ കരുണയായിരിക്കണമേ. സ്നേഹം കൊണ്ടും ഉത്തരവാദിത്വം കൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാ ആത്മാക്കളുടെയും മേൽ യേശുവേ കരുണയുണ്ടാകണമേ. നമ്മളിലൂടെ പ്രാർത്ഥിക്കുന്നു
ഇവരിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഇവരിൽ കനിയേണമേ. നമ്മളിലൂടെ നഷ്ടങ്ങളോ നാശമോ സഹിച്ചിട്ടുള്ളവർ മരിച്ചു പോയിട്ടുണ്ടാകാം. നമ്മൾ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ വഴി നാശമുണ്ടായിട്ടുള്ളവരാകാം. നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള അവർ മരിച്ചെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അതുപോലെ തന്നെ നമ്മളിലൂടെ നമ്മളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ട് കോണ്ടാക്റ്റിലായിരുന്നവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്കവരെ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളിലൂടെ നഷ്ടമോ നാശമോ സഹിച്ചിട്ടുള്ള എല്ലാ ആത്മാക്കളുടെയും മേൽ യേശുവേ കരുണയുണ്ടാകണമേ. അങ്ങയുടെ പ്രത്യേകമായ വാത്സല്യത്തിന് പാത്രമായ എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെയും മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് വിടുതൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് എത്തിയിരിക്കുന്ന ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഇവരിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഇവരിൽ കനിയേണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ ഈശോയുമായിട്ട് ഏറ്റവും ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളുണ്ട്. വളരെയേറെ ആഗ്രഹിക്കുന്നവര്. അങ്ങനെയുള്ള ആത്മാക്കളെ സമർപ്പിക്കാം. ഒപ്പം ശുദ്ധീകരണത്തിൽ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ആത്മാക്കളുണ്ടാകാം. അതുപോലെ ആരാലും ഓർമ്മിക്കപ്പെടാത്ത ആത്മാക്കളുണ്ടാകാം. അതുപോലെ അവിടെ നിന്നുള്ള മോചനം അതിവിദൂരത്തായിരിക്കുന്നവരുണ്ടാകാം. അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഉരുകി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്ക് അവരുടെ മേൽ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവേ, വിടുതൽ അങ്ങയോട് ഏറ്റവും അധികം ഐക്യപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളുടെയും മേൽ യേശുവേ ഇവരുടെ മേൽ കരുണയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ ഏറ്റവും വലിയ സഹനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ ആരാലും അനുസ്മരിക്കപ്പെടാതെ പോയിരിക്കുന്ന ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ മോചനം അതിവിദൂരത്തായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഇവരിൽ കനിയേണമേ. ഒരുക്കത്തോടെ പ്രാർത്ഥിക്കാം. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഇവരിൽ കനിയേണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ അനാഥരായിരിക്കുന്ന ആത്മാക്കളുണ്ട്. ഈ ഭൂമിയിൽ അവർ ധനികരായിരുന്നിരിക്കാം, പക്ഷേ മരണത്തിന് ശേഷം അവർ വലിയ അനാഥത്വം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആരുമില്ലാത്ത അവസ്ഥയിൽ, ആരും പ്രാർത്ഥിക്കാനില്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന ഈ ഭൂമിയിൽ ജീവിച്ച ധനികരുണ്ട്. അവരെ നമുക്ക് ഓർക്കാം. ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശക്തരായിരുന്നവരാണ്. വളരെ ശക്തിയും പവറും ഒക്കെ ഉണ്ടായിരുന്നവര്, സ്ഥാനമാനങ്ങളിൽ കഴിഞ്ഞിരുന്നവര്. പക്ഷേ ശുദ്ധീകരണ സ്ഥലത്തിൽ വളരെ ബലഹീനരായി കഴിയുന്നവര്, അവരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ശക്തിഹീനരായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ആത്മീയ അന്ധതയിൽ ജീവിച്ച് ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ അതെല്ലാം വിഡ്ഢിത്തമായിരുന്നു എന്ന് തോന്നുന്ന അനേകം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിലുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇപ്പോൾ അനാഥരായി മാറിയിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ധനികരായ, ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ അനാഥരായി മാറിയിരിക്കുന്ന ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ഈ ഭൂമിയിൽ ശക്തരായിരുന്നവരെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിൽ ഇപ്പോൾ ശക്തിഹീനരായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ആത്മീയ അന്ധകാരത്തിൽ ജീവിച്ചിരുന്നെങ്കിലും ഇപ്പോൾ തങ്ങളുടെ വിഡ്ഢിത്തങ്ങളെ കാണുന്ന
ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഇവരിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഇവരിൽ കനിയേണമേ. നിഷ്പ്രയോജനമായ അലസതയിൽ ഈ ഭൂമിയിൽ ജീവിച്ച് സമയം അങ്ങനെ ചെലവഴിച്ച ആത്മാക്കളുണ്ട്. അതിൻ്റെ ഇപ്പോൾ ശുദ്ധീകരണത്തിലായിരിക്കുന്നവരുണ്ട്. സ്വർഗത്തിലെ നിധി അന്വേഷിക്കാതെ ഈ ഭൂമിയിൽ നിന്നും മറഞ്ഞുപോയ ശുദ്ധീകരണത്തിലായിരിക്കുന്ന പാവപ്പെട്ട ആത്മാക്കളുണ്ട്. പ്രാർത്ഥനയ്ക്ക് അല്പം മാത്രം സമയം ചെലവഴിച്ച് ആത്മാക്കൾ ഇപ്പോൾ ശുദ്ധീകരണത്തിൽ കഴിയുന്നുണ്ട്. ഈ ഭൂമിയിൽ വെച്ച് സൽപ്രവർത്തികൾ ചെയ്യുന്ന അവഗണിച്ച ഉദാസീനരായ ആത്മാക്കളുണ്ട്. അവർ അതിൻ്റെ പേരിൽ ഇപ്പോൾ ശുദ്ധീകരണത്തിൽ കഴിയുന്നുണ്ട്. പ്രാർത്ഥിക്കാം നമുക്ക്. അടുക്കലടുക്കൽ കൂദാശ സ്വീകരിക്കുന്നത് അവഗണിച്ച അല്പവിശ്വാസികളുണ്ട്. അവരിപ്പോൾ അതിൻ്റെ പേരിലും അതൊക്കെ അതിനുവേണ്ടി വേദനിക്കുന്നവരാണ്, അതിൻ്റെ പേരിൽ സഹിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നിഷ്പ്രയോജനമായ അലസതയിൽ സമയം ചെലവഴിച്ച് ഇപ്പോൾ ശുദ്ധീകരണത്തിലായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. സ്വർഗത്തിലെ നിധി അന്വേഷിക്കാതെ പോയ പാവപ്പെട്ട ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് അല്പം മാത്രം സമയം ചെലവഴിച്ച മന്ദാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ സൽപ്രവർത്തികൾ ചെയ്യുന്നത് അവഗണിച്ച ഉദാസീനരായ ഈ ആത്മാക്കൾ ഇപ്പോൾ ശുദ്ധീകരണത്തിലായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. സൽപ്രവർത്തികൾ ചെയ്യുവാൻ അവഗണിച്ച് ഈ ഭൂമിയിൽ ചെയ്യാമായിരുന്ന നന്മ ചെയ്യാതെ പോയ ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. അടുക്കലടുക്കൽ കൂദാശ സ്വീകരിക്കുന്നത് അവഗണിച്ച് ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന അല്പവിശ്വാസികളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഇവരിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഇവരിൽ കനിയേണമേ. ലൗകിക സമ്പത്തും സന്തോഷവും ആർജിക്കാൻ വേണ്ടി ശ്രമിച്ച് അതിൻ്റെ പേരിൽ തന്നെ ഇടറിപ്പോയ ആത്മാക്കൾ ശുദ്ധീകരണത്തിലുണ്ട്. തങ്ങളുടെ സമ്പത്തും കഴിവും ദൈവ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കാൻ പരാജയപ്പെട്ട ലോക മനസ്സുള്ള ആത്മാക്കൾ ഇപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ അതിനുവേണ്ടി തന്നെ ശുദ്ധീകരണത്തിൽ കഴിയുന്നുണ്ട്. മറ്റുള്ളവരുടെ മരണത്തിന് സാക്ഷിയായി നിൽക്കുകയും എന്നാൽ സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്ത ആത്മാക്കൾ ഇപ്പോൾ ശുദ്ധീകരണത്തിലുണ്ട്. ഈ ലോകത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒന്നും നൽകാതെ പോയ ആത്മാക്കൾ ശുദ്ധീകരണത്തിലുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തങ്ങളുടെ സമ്പത്തും കഴിവും ദൈവ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കാൻ പരാജയപ്പെട്ട ലോക മനസ്സോടെ ഈ ലോകത്തിൽ നിന്നും പിരിഞ്ഞുപോയ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ലൗകിക സമ്പത്തും സന്തോഷവും ആർജിക്കുവാൻ വേണ്ടി ശ്രമിച്ച് ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടുപോയ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. മറ്റുള്ളവരുടെ മരണത്തിന് സാക്ഷിയായി നിൽക്കുകയും എന്നാൽ സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്ത ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ഈ ലോകത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒന്നും നൽകാനാവാതെ പോയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഇവരിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഇവരിൽ കനിയേണമേ. നമുക്ക് മരണമടഞ്ഞു പോയ മാർപ്പാപ്പമാരുടെ ആത്മാക്കളെ ഓർക്കാം. അവരുടെ അതുപോലെ രാജാക്കന്മാര്, ഭരണാധികാരികൾ, അവരുടെ ആത്മാക്കളെ ഓർക്കാം. മരണമടഞ്ഞു പോയ മെത്രാന്മാർ, അവരുടെ ഉപദേശകര്, നമ്മുടെ അധ്യാപകർ, മരണമടഞ്ഞു പോയ അധ്യാപകർ, നമ്മുടെ ആത്മീയ ഉപദേഷ്ടാക്കള്, നമ്മുടെ വികാരിമാര്, എല്ലാ വൈദികര്, സന്യസ്തര്, മരിച്ചുപോയവര്,
യുദ്ധക്കളത്തിൽ മരിച്ചുപോയവരെ ഓർക്കാം. രാജ്യത്തിനു വേണ്ടി പോരാടി മരിച്ചവരെ ഓർക്കാം. കടലിൽ മൃതദേഹം അടക്കപ്പെട്ടവരുടെ മേൽ ഓർക്കാം, അവരെ ഓർക്കാം. ഹൃദയാഘാതം കൊണ്ടും പെട്ടെന്നും അപകടങ്ങളിൽ മരിച്ചുപോയവരെ ഓർക്കാം. ക്യാൻസർ, എയ്ഡ്സ് പോലെയുള്ള സഹനങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയി മരിച്ചുപോയ ആത്മാക്കളെ സമർപ്പിക്കാം. അന്ത്യകൂദാശകൾ സ്വീകരിക്കാനാവാതെ പെട്ടെന്ന് മരിച്ചുപോയവരെല്ലാം സമർപ്പിക്കാം. ഇവരുടെ എല്ലാവരുടെ മേലും ഒപ്പം ഇനി വരുന്ന 24 മണിക്കൂറിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മരിക്കുന്നവരുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം ഒഴുകട്ടെ പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ തന്നെ ആത്മാവിനെയും നമുക്ക് സമർപ്പിക്കാം. നമ്മളും കർത്താവിൻ്റെ നീതിസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ നമ്മുടെയും പാവപ്പെട്ട ഈ ആത്മാവ് ദൈവത്തിൻ്റെ കാരുണ്യം നേടിയെടുക്കാൻ കർത്താവെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.